ശ്രീ ജി സുധാകരൻ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലമുതിർന്ന നേതാവ്. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ നമ്മൾ കണ്ടുവരുന്ന ഈ പൊളിറ്റിക്കൽ ലീഡർ എല്ലാ കാലത്തും തൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുകളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിന് ഒത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അച്ചടക്കമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോഴും തൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ദോഷം സംഭവിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ വിശ്വാസങ്ങളെ പുറകോട്ട് നയിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത തരത്തിൽ പാർട്ടിക്കോ പാർട്ടിയിലെ നേതൃസ്ഥാനത്തിലുള്ളവർക്കോ പാർട്ടി പ്രവർത്തകർക്ക് പോലും അപഭ്രംശങ്ങൾ സംഭവിക്കുമ്പോൾ അത് തിരുത്താൻ ശ്രമിക്കുന്ന നേതാവാണ് ശ്രീ സുധാകരൻ. നിലപാടുകളിൽ അടിയുറച്ച് നിൽക്കുമ്പോഴും തൻ്റെ വിശ്വാസങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് സ്വന്തം പ്രസ്ഥാനം മാറിയാൽ പോലും അദ്ദേഹം അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. ആ കലഹമാണ് ശ്രീ ജി സുധാകരനെ മറ്റ് നേതാക്കളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. ജനത്തെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനം അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ജനം അതിന് തക്ക മറുപടി അവസരം കിട്ടുമ്പോൾ നൽകും. അതാണ് ചരിത്രമെന്നും ശ്രീ സുധാകരൻ നമ്മെ ഓർപ്പിക്കുന്നു. വീക്ഷണം വായനക്കാരുമായും വീക്ഷണം ശ്രോതാക്കളുമായും തൻ്റെ അനുഭവങ്ങളും സമകാലീന രാഷ്ട്രീയ സംഭവങ്ങളും വിശകലനം ചെയ്യുകയാണ് മുൻ മന്ത്രി ശ്രീ ജി സുധാകരൻ. ശ്രീ ജി സുധാകരൻ രാഷ്ട്രീയ സംശുദ്ധിയുടെ വ്യക്തിത്വം. പ്രത്യയശാസ്ത്ര നിലപാടുകളിൽ നിന്ന് ഒരിക്കൽ പോലും വ്യതിചലിച്ചിട്ടില്ലാത്ത തനി കമ്മ്യൂണിസ്റ്റ്. ആരുടെയും പെട്ടിയെടുത്തിട്ടല്ല താൻ നേതൃസ്ഥാനത്ത് വന്നതെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ശ്രീ സുധാകരൻ. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് തലമുറയുടെ രാഷ്ട്രീയ അതിമോഹങ്ങളെയും അമിതമായ വിധേയത്വങ്ങളെയും കണക്കറ്റ് വിമർശിച്ചിട്ടുമുണ്ട് അദ്ദേഹം. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായിരിക്കുമ്പോഴും പ്രസ്ഥാനത്തിൻ്റെ അപജയങ്ങൾക്കും അബദ്ധസഞ്ചാരങ്ങൾക്കും എതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുമുണ്ട് ഈ മുൻമന്ത്രി. കാൾ മാർക്സും ദാസ് ക്യാപിറ്റലും പോലെ തന്നെ തുഞ്ചത്തെഴുത്തച്ഛനും രാമായണവും മനസ്സിരുത്തി വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. ദാസ് ക്യാപിറ്റൽ തൻ്റെ വിശ്വാസവും രാമായണം മികച്ച സാഹിത്യവുമാണെന്നാണ് ശ്രീ സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. MLA ആയിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും ഇതൊന്നുമല്ലാത്തപ്പോഴും തനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരംശം പാർട്ടി രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾക്കും പാർട്ടി സഖാക്കളിൽ അർഹരായ പാവപ്പെട്ടവർക്കും മറ്റുള്ളവർക്കും സംഭാവന നൽകുന്നതിനും അവർക്ക് സമാശ്വാസമായി സമർപ്പിക്കുന്നതിനും എന്നും താല്പര്യം കാണിച്ചിട്ടുള്ള മനുഷ്യസ്നേഹി കൂടിയാണ് ശ്രീ ജി സുധാകരൻ. നാടിൻ്റെ വികസനത്തിന് വേണ്ടി സ്വന്തം സംഭാവനകൾ നൽകുകയും ഒപ്പം എല്ലാ വിട്ടുവീഴ്ചകൾ ചെയ്യുകയും 2 തവണ മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം, അഴിമതിരഹിതമായ ഭരണകൂടം സാധാരണക്കാരിലേക്കും പാവപ്പെട്ടവരിലേക്കും എങ്ങനെ എത്തിക്കാം എന്ന് തെളിയിച്ചു തന്ന ഒരു കാരണവർ കൂടിയാണ് ശ്രീ ജി സുധാകരൻ. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിനും വീക്ഷണം വായനക്കാർക്ക് അദ്ദേഹത്തെ സമർപ്പിക്കുന്നതിനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അദ്ദേഹവുമായിട്ട് അല്പസമയം നമുക്ക് സംസാരിക്കാം. സാർ, നമുക്ക് MD വാസുദേവൻ നായരിൽ തുടങ്ങാം. അധികാരം സർവാധിപത്യമാകുന്നു എന്ന MD വാസുദേവൻ നായരുടെ അഭിപ്രായത്തെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു? ഞാനതേപ്പറ്റി അഭിപ്രായങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എഴുതി കൊണ്ടുവന്ന് അവിടെ വായിച്ചു. വളരെ സമ്പന്നമായൊരു സദസ്സിലാണത് വായിച്ചത്. അവിടെ ആരും അതിനെപ്പറ്റി അനുകൂലമായി പ്രതികൂലമായി പ്രതികരിച്ചില്ല. മാധ്യമങ്ങളിൽ പ്രതികരണം വരുന്നുണ്ട്. ഞാനിപ്പോൾ അതേപ്പറ്റി ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ മഹാഭൂരിപക്ഷവും വിധിക്കപ്പെടുന്ന ജനാധിപത്യത്തിൽ നേതാക്കൾക്ക് ഒരു പെരുമാറ്റച്ചട്ടം വേണ്ടതല്ലേ പൊതുവിൽ? അല്ല, ജനാധിപത്യത്തെ പറ്റിയുള്ള ആ ഡെഫിനിഷൻ തെറ്റായിട്ടുള്ളതാണ്. ഡെമോക്രസി ഈസ് ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. അതാണ് ഒരു സോഷ്യലിസ്റ്റ് ഇതര ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യത്തെപ്പറ്റി പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. അബ്രഹാം ലിങ്കൺ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഒരു കൂട്ടർ നയിക്കുകയും ഭൂരിപക്ഷം നയിക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചപ്പാടേ ഇല്ല. അങ്ങനെ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈ ഐഡിയലായിട്ടുള്ള ഈ സോഷ്യലിസ്റ്റ് ഇതര ജനാധിപത്യ വ്യവസ്ഥയിലെ ഈ കാഴ്ചപ്പാട് അവിടെ മാറിയെന്ന് മാത്രം കരുതിയാൽ മതി. അല്ലാതെ അത് ജനാധിപത്യത്തിൻ്റെ കുഴപ്പമില്ല. അത് ആ ഡെഫിനേഷനോട് യോജിപ്പ്. അത് പുതിയൊരു ഡെഫിനേഷനാണ്, അത് സ്വീകാര്യമല്ല. ഒറിജിനൽ ഡെഫിനേഷൻ ഈസ് ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. അതാണ് എല്ലാവരും ഉറച്ചു നിൽക്കുന്നത്. ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അത് സോഷ്യലിസ്റ്റ് ഇതര ജനാധിപത്യമാണ്. റഷ്യയിലോ ചൈനയിലോ ഡെമോക്രസി ഇതല്ല, സോഷ്യലിസ്റ്റ് ഡെമോക്രസിയാണ് അവിടെ. ഇത് പാർലമെൻ്ററി ഡെമോക്രസിയാണ്. വ്യത്യാസമുണ്ട്. അത് സൈദ്ധാന്തികമായ അറിവുള്ളവർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ. അതിലൊക്കെ ഞാൻ കിടക്കുന്നില്ല. എതിർക്കുന്നവരെ അടിച്ചൊതുക്കി മുന്നോട്ട് പോയാൽ ആർക്കും നേതാവാകാനാകില്ല എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അത് CPM നേതൃത്വം അതിനെ എത്രമാത്രം മുഖവിലക്കെടുത്തിട്ടുണ്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ല.
അങ്ങ് എന്താണ് പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യത്തെ കോൺടെക്സ്റ്റിൽ നിന്ന് മാറ്റിയാണ് പറഞ്ഞത്. ഞാനൊരു പുസ്തകം എന്താ പറയുക പ്രകാശിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു ഒരു കവിയെ പറ്റിയുള്ള പുസ്തകം പ്രകാശിപ്പിക്കുന്നു. പൂയപ്പള്ളി തങ്കപ്പൻ എന്ന എറണാകുളത്തെ ഒരു ചിന്തകനാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. മൂലൂറിനെ പറ്റിയാണ്. അത് NBSൻ്റെ ആലപ്പുഴ ശാഖയുടെ മുമ്പിൽ ഒരു സമ്മേളനമുണ്ട്, അവിടെ വെച്ചാണ് ചെയ്തത്. അപ്പോൾ പുസ്തക പ്രകാശനമാകുമ്പോൾ നമുക്ക് ബൗദ്ധികവും താത്വിക പല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മുടെ അടുത്തേക്ക് നമ്മുടെ വാക്കുകൾ കേൾക്കാൻ വരുന്നവരുടെ മുഖത്തടിച്ചിട്ട്, നമ്മുടെ അടുത്തേക്ക് നമ്മുടെ വാക്കുകൾ കേൾക്കാൻ വരുന്ന മുഖത്തടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകും, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു പ്രസ്ഥാനം നമുക്ക് വളർത്താൻ, ഒരു പ്രസ്ഥാനത്തെപ്പറ്റി പ്രത്യേകിച്ചല്ല പറഞ്ഞത്, അങ്ങനെ ഒരു പ്രസ്ഥാനം വളർത്താനാവില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് മുഖത്തടിച്ച നേതാവാകില്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ്. പറഞ്ഞത് ഇതാണ്. അതെന്താ തെറ്റ്? ആശയപരമായി ഉൾക്കൊള്ളാൻ വരുന്നവർ, അവരെ ഒരു പക്ഷേ അതുവരെ എന്ത് ആശയമായാലും അവരെ നമ്മൾ ഗവനിക്കുകയും അവരോട് നമ്മൾ ആശയം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്താണ് നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയല്ലേ പ്രസ്ഥാനങ്ങൾ വളർന്നു. ആ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ പല കാര്യവും ഇതുപോലാണ് പറഞ്ഞത്. ഇത് പറയാൻ കാരണം ഒന്നും അറിയാവുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ എണ്ണം കുറയുന്നു. അതാണ് പ്രശ്നം. പറഞ്ഞാട്ടെ. ഓരോ പ്രസ്ഥാനത്തിനും അവനവൻ മെമ്പറായ പ്രസ്ഥാനവും മറ്റുള്ളവരുടെ പ്രസ്ഥാനവും, ആ പ്രസ്ഥാനത്തിന് താത്വികവും പ്രായോഗികവുമായ രണ്ട് വശങ്ങളുണ്ട്. അവരുടെ തത്വങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രായോഗിക രാഷ്ട്രീയമാണ്. അതിന് സംഘടനാപരം, സാമ്പത്തികം, ആശയപരം എന്ന 3 രംഗങ്ങളുണ്ട് അതിന്. ഇത് 3 കൂടി പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വരുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വർഗസമരം 3 രംഗങ്ങളിലാണ് നടക്കുന്നത്. 1 സാമ്പത്തിക രംഗം, 2 രാഷ്ട്രീയ രംഗം, 3 ആശയരംഗം. സാമ്പത്തിക രംഗത്തെ വർഗസമരത്തിൽ കൂടിയാണ് തൊഴിലാളിയും കൃഷിക്കാരനുമൊക്കെ വർഗസമരത്തെപ്പറ്റി തന്നെ മനസ്സിലാക്കുന്നത്. അതിനെ രാഷ്ട്രീയ വർഗസമരമായി വളർത്തും. ആ രാഷ്ട്രീയ വർഗസമരമായി വളർത്തണമെങ്കിൽ ആശയപരമായ വ്യക്തത കൊടുക്കണം. ആശയപരമായ വ്യക്തത കൊടുക്കണമെങ്കിൽ എതിർ ആശയങ്ങൾക്കെതിരെയുള്ള ആശയരംഗത്തൊരു വർഗസമരം ശക്തമായി നടത്തി അതിൽ വിജയം പ്രാപിക്കണം. അത് EMS വിജയകരമായി ചെയ്തുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഏറ്റവും സമുന്നതമായ ഒരാശയമായി ഉയർന്നു വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇത് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആശയങ്ങൾ തേടി നമ്മുടെ ഭാഗത്തേക്ക് വരുന്നവരെ ആട്ടി ഓടിക്കരുത്. അവരെ നമ്മൾ പരിഗണിച്ച് അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി നമ്മുടെ അണികളിൽ ചേർത്തെങ്കിലേ പ്രസ്ഥാനം ഇങ്ങനെ വളരുകയുള്ളൂ. പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം വിപ്ലവത്തിൽ കുറഞ്ഞൊന്നുമല്ല, പാർലമെൻറ്റ് ഡെമോക്രസി ഒന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യം. അതൊക്കെ ആ പോകുന്ന വഴിക്കുള്ള ജനാധിപത്യപരമായി എന്തിനെ സ്വീകരിക്കണമെന്നാണ്. നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ ഏതെല്ലാം തരത്തിൽ പ്രതിപക്ഷം രൂപപ്പെടുന്നുണ്ടോ ആ പ്രതിപക്ഷങ്ങളെയെല്ലാം സഹകരിക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്നത്. നിലവിലുള്ള വ്യവസ്ഥയ്ക്കെതിരായി ആരെല്ലാം എതിർപ്പ് പ്രകടിപ്പിക്കുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരാവണമെന്നുമില്ല, അവരെല്ലാം യോജിപ്പിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെയാണ് വർഗസമരം മൂർച്ഛിപ്പിക്കേണ്ടതും രാഷ്ട്രീയാധികാരത്തേക്ക് നീങ്ങേണ്ടതെന്നൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും മനസ്സിലാക്കി വായിച്ചു പഠിച്ച് പ്രായോഗികമായി അതേപ്പറ്റി മറ്റുള്ളവരോട് വിശദീകരിച്ചും വളർന്നു വരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. ആ തലമുറയിൽപ്പെട്ടവർ ഏകദേശമൊക്കെ വളരെ കുറച്ച് പേരെ ഇനിയുള്ളൂ. കുറച്ച് പേരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേരോടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ആ തലമുറയെ പിന്നെ ആരും ഉണ്ടാവില്ല. അപ്പോൾ പിന്നീട് വന്ന തലമുറ ഇതെല്ലാം പഠിച്ചും മനസ്സിലാക്കിയും ഈ വിടവ് നികത്തുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്, ശ്രമിക്കാതെ നേതൃത്വ പദവി ഇരിക്കുന്നവരുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസ് എന്ന നയം അറിയാൻ വയ്യാത്തവരല്ലേ കൂടുതലും. തീർച്ചയായിട്ടും കോൺഗ്രസ് എന്താണെന്ന് അറിയാൻ വയ്യാത്തവരാ കോൺഗ്രസ് പ്രവർത്തകർ കൂടുതലും. അപ്പോൾ എല്ലാ പാർട്ടിയിലും ഏറെ കുറച്ചതുണ്ട്. അത് അംഗീകരിച്ചാലേ ആ പ്രസ്ഥാനത്തിൽ നന്നാവാൻ പറ്റൂ. ആ കാര്യം പൊതുവെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത്തരം പൊതുകാര്യങ്ങൾ പറഞ്ഞാലല്ലേ നമുക്ക് ആശയരംഗത്തൊരു സംഭാവന കൊടുക്കാം. അല്ല എന്തെങ്കിലും നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന 2 കാര്യവും പറഞ്ഞ് പിരിഞ്ഞിട്ട് എന്താ കാര്യം? അതെ, ഞാൻ നേരത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞു, അങ്ങേ ഞങ്ങൾ കാണുന്നത്, കേരളത്തിൽ പൊതുസമൂഹം കാണുന്നത് വേറിട്ട ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് കാണുന്നത്. പക്ഷേ അങ്ങ് ഇപ്പോൾ പറഞ്ഞതും വെറികൾക്കും ഭരണനെറികേടുകൾക്കും എതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ആശയസമരം അങ്ങ് സൂചിപ്പിച്ചു. ഇപ്പോൾ CPIM പോലെ ഒരു പാർട്ടി എല്ലാ കാലത്തും കേരളത്തിലെ ഒരു തിരുത്തൽ ഫോഴ്സായിരുന്നു.
ഒരു തിരുത്തൽ ഫോഴ്സായിരുന്നു. ഇപ്പോൾ ആ തിരുത്തൽ ഫോഴ്സിന് പകരം CPIM-നെ എന്ന ഭരണസംഘടന, ഒരു പ്രസ്ഥാനത്തെ തിരുത്തേണ്ട ഒരു ബാധ്യത കേരളത്തിലെ പൊതുസമൂഹം കാണിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ കാണുന്നത്. പക്ഷേ പഴയ കാലത്ത് നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ അങ്ങ് നേരത്തെ ഒരാളിനെയും പെട്ടിയെടുത്ത് വന്ന ഒരു നേതാവല്ല, സ്വയം നേതൃസ്ഥാനത്തേക്ക് പടവെട്ടി വർഗസമരത്തിൽ കൂടെ വന്നയാളാണ്. പക്ഷേ ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്ന പല നേതാക്കന്മാരെയും അങ്ങനെയല്ല കാണുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങ് പറഞ്ഞ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിലെ അല്ലെങ്കിൽ വലതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ അപജയം CPIM-നെ പോലുള്ള ഒരു കേഡർ പ്രസ്ഥാനത്തിൽ നമ്മൾ കാണുന്നു. ഇതിന് BS അച്യുതാനന്ദനെ പോലുള്ള ആളുകൾ, ചടയം ഗോവിന്ദനെ പോലുള്ള ആളുകൾ, ഇവരൊക്കെ എല്ലാ കാലത്തും ഒരു തിരുത്തൽ ശക്തിയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ നമുക്ക് ആ തിരുത്തൽ വാദം അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു തിരുത്തൽ സ്രോതസ്സ്, ഒരു സോഴ്സ് എന്ന് പറഞ്ഞ് ഒന്ന് കാണാനില്ല എന്ന് പറഞ്ഞാൽ അങ്ങേക്കൊന്ന് യോജിക്കാൻ പറ്റുമോ? അതെ, ഇത് പല പല കാര്യങ്ങളാണ് ചോദിച്ചത്. ഈ പല കാര്യങ്ങളും എൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റു പലരുടെയും പേരിലോ പറയുന്നത് അവർ പറഞ്ഞ കാര്യമല്ല. ആ പറഞ്ഞ കാര്യം ഇങ്ങോട്ട് പറയുന്നവർ അവരുടെ വാക്കുകളിലൊക്കെ ഉന്നയിക്കുക. ഉദാഹരണം, ആരുടെയും പെട്ടിയെടുത്തല്ല നേതാവായത്. ഞാനൊരിടത്തും പറഞ്ഞു, അങ്ങനെ പറയാനും പറ്റില്ല, അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. സമരം ചെയ്തും പോരാടിയും സഹാക്കളുമായിട്ട് യോജിച്ചും അങ്ങനെ ഞങ്ങൾ കൂട്ടായിട്ടാണ് പ്രവർത്തിച്ചത്. നമ്മുടെ കൂടി സമർപ്പണം കൊണ്ടാണ് വരുന്നത് എന്നുള്ള അർത്ഥമാണ് നമ്മൾ കൊടുക്കുന്നത്. പെട്ടിയെടുക്കുന്ന വാക്കുകളൊന്നും നമ്മുടെ അവിടെ. പക്ഷെ അത് പത്രമാധ്യമ പ്രവർത്തകർ അങ്ങനെ പറയാറുണ്ട്. അതിരിക്കട്ടെ, ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ CPIM ഒരു ഭരണ പാർട്ടി സംഘടനയല്ല. CPM കേരളത്തിൽ, ഇവിടുത്തെ പാർലമെൻ്ററി ഡെമോക്രസിയിൽ കേരളത്തിൽ സംസ്ഥാനത്ത് അധികാരമുള്ള ഒരു വിപ്ലവ പാർട്ടിയാണ്. അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അതൊരു ഭരണ പാർട്ടി ചമയുന്നില്ല, അതൊരു വിപ്ലവ പാർട്ടി തന്നെയാണ്. കാരണം പാർലമെൻ്ററി ഡെമോക്രസിയിൽ എങ്ങനെ അധികാരത്തിലിരിക്കാം അല്ലെങ്കിൽ ഇരിക്കാതിരിക്കാം എന്നുള്ളത് പാർട്ടി പരിപാടി പറയുന്നുണ്ട്. ഈ പാർട്ടി പരിപാടി വായിച്ചവർ എത്ര പേരുണ്ട് വായിച്ചവർ? ഇപ്പോൾ വായിച്ചവർ ഒരുപാട് പേരാണ്. അവരൊക്കെ മരിച്ചു പോയി മിക്കവാറും. വളരെ കുറച്ച് പേര് ഉള്ളിലും ബാക്കി. സ്വാഭാവികമാണല്ലോ, കാരണം പ്രകൃതിയുടെ നിയമം അനുസരിച്ച് പ്രായം കൂടുന്തോറും ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പുതുതായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നവരും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പുതിയ പ്രവർത്തകർ, അവരിതൊക്കെ വായിച്ചു പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാനും പ്രവർത്തിക്കാനും സഹാക്കളോട് പെരുമാറാനും എതിരാളിയോട് പെരുമാറാനും അങ്ങനെ പ്രസ്ഥാനത്തെ താത്വികമായും ആശയപരമായും പ്രോഗ്രാമാറ്റിക്കലായും വളർത്തുന്നതിനുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അത് പോരാ. പഴയതുപോലെ സാർവത്രികമാവുന്നില്ല. പഠിക്കുന്നവർ പഠിക്കുന്നു, ഇല്ലാത്തവർ പഠിക്കുന്നില്ല. അങ്ങനെ പോരാ. എല്ലാവരും പഠിച്ചേ പറ്റൂ. എല്ലാവരും പഠിച്ചാലേ പ്രസ്ഥാനത്തിന് ഈക്വാലിറ്റി, അതായത് ഈക്വലായ ഒരു സമാനതയോടുകൂടിയ വളർച്ചയുണ്ടാവും. എന്താ പാർട്ടി പരിപാടി പറയുന്നത്? പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഇലക്ഷന് പങ്കെടുക്കാം, തിരഞ്ഞെടുപ്പ് പങ്കെടുക്കാം, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരാം. സ്റ്റേറ്റിലോ ഇൻക്ലൂഡിങ് പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ സ്റ്റേറ്റ് വരും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, മറ്റ് യോജിക്കാവുന്ന പാർട്ടികളുമായി ചേർന്ന് ഭൂരിപക്ഷം ഉണ്ടാക്കിയാൽ കൂട്ടുമുന്നണിയായിട്ടും അധികാരത്തിൽ വരാം. എന്നാൽ കൂട്ടുമുന്നണിയായിട്ട് അധികാരത്തിൽ വരണമെങ്കിൽ ആ കൂട്ടുകെട്ടിലെ ഏറ്റവും വലിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കണം, അല്ലെങ്കിൽ വരാൻ പാടില്ല, അല്ലെങ്കിൽ ആ അധികാരത്തിൽ കയറാൻ പാടില്ല. ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ വന്നാൽ മറ്റു പാർട്ടികളെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരല്ല, സോഷ്യലിസ്റ്റ് പാർട്ടി എന്തൊക്കെ പറയുന്നിടത്തും ബൂർഷ്വാ ജനാധിപത്യമാണ് അവരുടെ പ്രധാനമായിട്ടുള്ളത്. സോഷ്യലിസ്റ്റ് ഡെമോക്രസി അല്ല. അവർക്ക് ബൂർഷ്വാ ഡെമോക്രസിക്ക് അപ്പുറത്തേക്ക് അവർ വരുത്തില്ല. അതായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് അതിനുശേഷം സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ആശയപരമായ ഭിന്നിപ്പ്. അവർ ബൂർഷ്വാ ഡെമോക്രസിക്ക് അപ്പുറത്ത് വരുന്നില്ല. ഞങ്ങൾ തൊഴിലാളി പങ്കുന്ന നേതൃത്വത്തിൽ തൊഴിലാളിയും കൃഷിക്കാരും ചേർന്ന് വിപ്ലവത്തിലാണ് വിശ്വസിക്കുന്നത്. ദാറ്റ് ഈസ് അങ്ങനെ ഉണ്ടാകുന്ന ജനകീയ ജനാധിപത്യം, അത് കഴിഞ്ഞ് സോഷ്യലിസം, എന്നാണ് സോഷ്യാലിസ്റ്റ് ഡെമോക്രസി, അല്ലെങ്കിൽ അതിനു മുമ്പ് പീപ്പിൾസ് ഡെമോക്രസി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ചെറിയ പാർട്ടിയാവുകയും ഞങ്ങളെക്കാൾ അംഗസംഖ്യയുള്ള ബൂർഷ്വാ ഡെമോക്രാറ്റിക് പാർട്ടികൾ മുന്നണിയിൽ ഉണ്ടാവുകയും ചെയ്താൽ അവരുടെ നയമാണ് നടപ്പിലാക്കുന്നത്, ഞങ്ങളുടെയല്ല. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ കയറത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും കൂടി പറഞ്ഞു ജ്യോതി ബാസു പ്രൈം മിനിസ്റ്റർ ആവണം. പക്ഷേ ആ പ്രൈം മിനിസ്റ്റർ ആകുന്ന ആ പാർലമെൻറ്റിൽ ഞങ്ങൾ പരമാവധി വരുന്ന 10-60 സീറ്റാണ്, 560 സീറ്റിൽ. ഞങ്ങളെ അപമാനിക്കാൻ നല്ല അവസരമാണ് അവിടെ. കൊണ്ടുവരുന്ന എല്ലായിടത്തും ഓട്ടിക്കളയും, കൂടെ ഉള്ളവർ തന്നെ. പുരോഗമനപരമായിട്ട് ഒന്നും നടക്കത്തില്ല. അപ്പോൾ ചോദിക്കും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നു, എന്താ ഭൂമി കൊടുക്കാത്തത്? കേരളത്തിലെ പോലെ എന്താ രാജ്യം മുഴുവൻ മിച്ചഭൂമി കൊടുക്കാത്തത്? എന്താ അവിടെ കുടികിടപ്പ് കൊടുക്കാൻ പറ്റുമോ? വേറെ ആരും സമ്മതിക്കത്തില്ല. UP-യിൽ മിച്ചഭൂമി കൊടുക്കാൻ പറ്റുമോ? കേരളത്തിലത് എവിടെയും കൊടുത്തിട്ടില്ലല്ലോ. ഈ കേരള സംസ്ഥാനത്തിൽ
67ലെയും 57ലെയും EMS ഗവൺമെൻറ് കാലത്തല്ലാതെ കൃഷിഭൂമി കൃഷിക്കാർക്ക് കൊടുക്കുകയോ മിച്ചഭൂമി വിതരണം ചെയ്യുകയോ കുടിവെള്ളം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ബംഗാളിൽ പോലും അങ്ങനെ കൊടുത്തിട്ടില്ല, അത്ര വ്യാപകമായി കൊടുക്കാൻ പറ്റില്ല. അവിടെ ഷെയർ ക്രോപ്പേഴ്സ് എന്ന് പറയുന്ന വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട പരിഷ്കാരമാണ്. ഇവിടുത്തെ പോലെ മിച്ചഭൂമി വിതരണം ചെയ്തിട്ടില്ല. അവിടെ കഴിഞ്ഞിട്ടില്ല, ഇവിടെയാണ് ചെയ്തത്. അപ്പോൾ അതൊന്നും നമുക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമാറ്റിക് ആയിട്ടുള്ള പരിപാടി നടപ്പിലാക്കാൻ വരാതെ ബൂർഷ്വാ ജനാധിപത്യ പാർട്ടികളുടെ വാലായി മാറുന്ന മുന്നണിയിൽ അത് മുഖ്യ നേതൃത്വത്തിൽ പങ്കെടുക്കാൻ പാടില്ല. അതാണ് ജ്യോതി ബാസു പ്രൈം മിനിസ്റ്റർ ആവാതിരുന്നത്. അതുപോലെ തന്നെ ജനതാദളും ജനതാ പാർട്ടി 77ലെ ജനതാ പാർട്ടിയും പിന്നീട് 80-ലും ജനതാദൾ വന്നപ്പോഴും 2004 UPA വന്നപ്പോഴും ഞങ്ങളതിനെ സഹായിച്ചവരാ. ഞങ്ങളുടെ സഹായമില്ല ഗവൺമെൻറ് വരുത്തില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഗവൺമെൻറ് കയറിയില്ല. ഇതാണ് ഈ പരിപാടി ഞങ്ങൾക്കുണ്ട്. ഈ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കേരളത്തിലുള്ളത് ഒരു ബൂർഷ്വാ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ബൂർഷ്വാ ജനാധിപത്യം അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കാൻ ഭരണഘടനാപരമായി അവകാശമുള്ള ഒരു ഗവൺമെൻറ് മാത്രമാണ്. അതിനപ്പുറം ഒന്നും ചെയ്യാനൊക്കില്ല. ഇത് ആബ്സല്യൂട്ടാണ്. ഇതുകൊണ്ട് എല്ലാമായി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ആശയ വ്യതിയാനമാണ്. അതാണ് എം വി രാഘവന് പറ്റിയത്. മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി മഹാഭൂരിപക്ഷം ഉണ്ടാക്കി നമുക്ക് കേരളം ഭരിക്കാം. കൂട്ടുന്നില്ലെങ്കിൽ 100 വർഷക്കാലം CPIM അധികാരത്തിൽ വരുത്തില്ല. ഇതായിരുന്നു രാഘവൻ്റെ ബദൽ രേഖ. ഞങ്ങൾ ആലപ്പുഴക്കാർ ഒറ്റക്കെട്ടായിട്ട് തോട്ടി കളഞ്ഞത്. ഒരൊറ്റയാൾ പോലും രാഘവന് കിട്ടാതിരുന്ന ഏക ജില്ല ആലപ്പുഴയാണ്. ബാക്കി എല്ലാ ജില്ലയിലും ഡിവിഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ആരെയും കിട്ടിയില്ല. ഞാനാണ് എറണാകുളം 1954 എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ രാഘവൻ്റെ ബദൽ രേഖയ്ക്കെതിരെ ആലപ്പുഴയ്ക്ക് വേണ്ടി സംസാരിച്ച ഞാനാണ്. ആ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി വരുന്നത്. മുമ്പ് ഞാൻ ജില്ലാ സെക്രട്ടേറിയറ്റിലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായും ആശയപരമായും കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രോഗ്രാമിൽ നിന്നും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും മൂലധനവും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ ഇന്ത്യൻ കണ്ടീഷനിൽ എങ്ങനെ പോകാം എന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച കാലം മുതലേ ആലോചിച്ചതും പിന്നെ അതിനകത്ത് വ്യതിയാനം വന്നപ്പോൾ CPIM രൂപീകരിച്ചതും CPM-നെ ഈ നിലയിൽ കെട്ടിപ്പടുത്തതും അങ്ങനെ ചിന്താഗതിയുള്ള മഹാശന്മാരെ ആൾക്കാരാണ്. അവിടുന്ന് ഞങ്ങൾ മാറുന്ന പ്രശ്നമില്ല. എന്തെങ്കിലും ജനങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തിരുന്നു. പാർട്ടിക്കകത്താണ്. പാർട്ടിക്കകത്ത് ആശയ സമരമുണ്ട്. ഉൾപ്പാർട്ടി സമരം എന്ന് പറയുന്നത് അതാണ്. ആശയപരവും സംഘടനാപരവുമായ സമരം പാർട്ടിക്കകത്തുണ്ട്. അത് വെളിയിലോട്ട് പോവില്ല. അതിനകത്ത് നിന്ന് തിരുത്താൻ പറ്റും. പക്ഷേ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നുണ്ടായാലും തിരുത്തിയിട്ടുണ്ട്. ഇനിയും തിരുത്തും, അത്രയേ ഉള്ളൂ. അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഉൾപ്പാർട്ടി സമരം. അങ്ങ് ഈ പറഞ്ഞതിൽ എനിക്ക് 2 സംശയങ്ങളാണ് എനിക്ക് ഉണ്ടാവുന്നത്. ഒന്ന്, 1951 1-ാം പാർലമെന്റ് ഇലക്ഷനിൽ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4-3 ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബാക്കിയുള്ള 18ഓളം സംഘടനകൾ ഏകദേശം സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള സോഷ്യലിസ്റ്റ്, അതായത് ബാക്കി എല്ലാ പാർട്ടികളും തന്നെ ഒരു 17ഓളം പാർട്ടികൾ അന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുള്ള ഇടതുപക്ഷ ചായവുള്ള പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രധാനമന്ത്രി പോലും പറഞ്ഞത് എന്തെങ്കിലും കോൺഗ്രസിന് ഒരു അപജയം സംഭവിച്ചാൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് അധികാരം മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പിന്നീട് യോഗ്യതയുള്ളത് അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരിക്കണം, അല്ലെങ്കിൽ അന്നത്തെ ഇടതുപക്ഷ സ്വാധീനമുള്ള പാർട്ടികൾക്കായിരിക്കണം എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അതുകൊണ്ടുകൂടി ആയിരിക്കാം നമ്മുടെ വിദേശകാര്യ നയത്തിൽ തുടക്കം മുതൽ നമ്മളൊരു റഷ്യൻ അല്ലെങ്കിൽ സോവിയറ്റ് അനുകൂല നിലപാടും നമ്മളന്ന് കൈക്കൊണ്ടത്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ബദലായിട്ട് വരേണ്ടിയിരുന്നത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ പിന്നീട് മേൽക്കൈ കിട്ടിയ CPIM-ഓ അവരുമായിട്ട് കൂടി നിൽക്കുന്ന ഇടതുപക്ഷ പാർട്ടികളോ ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇന്നിപ്പോൾ ഇന്ത്യയിൽ വന്നു നിൽക്കുന്ന സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോഴും 2ാം സ്ഥാനത്തുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബദൽ വേണമായിരുന്നു. ആ ബദൽ വലതുപക്ഷ ഫാസിസ്റ്റ് ശക്തികളാവുകയും ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരുപാട് പിന്നോക്കം പോവുകയും ചെയ്തു. അതിന് അങ്ങ് ഈ പറഞ്ഞ എന്ത് വിശദീകരണം കൊടുക്കാൻ പറ്റും? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, അങ്ങ് പറഞ്ഞു ശരിയാണ്, എം വി രാഘവൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ബദൽ രേഖയിൽ മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടണം, അല്ലെങ്കിൽ ഇവിടുത്തെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് കൂടുന്നതിനും തെറ്റില്ല, കോൺഗ്രസിനെ മുഖ്യ ശത്രുവിനെ മാറ്റി നിർത്താനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിൽക്കാലത്ത് ഇപ്പോൾ ഈ 2023-24 CPIM-ൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗിന് അനുകൂലമായ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ഈവൻ ഇടതുമുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകൾ വരികയും കൂടെ ലീഗ് തള്ളുകയും ഇടയ്ക്കിടയ്ക്ക് ലീഗിൻ്റെ ചില ആളുകൾ CPM-ഓ അല്ലെങ്കിൽ ഇടതുമുന്നണിയായിട്ട് സീറ്റ് പങ്കിടുകയും ചെയ്തു. അപ്പോൾ അത് ഒരു പാർട്ടി അപജയം അല്ലെങ്കിൽ ഒരു മുന്നണി അപജയം അല്ലെങ്കിൽ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെയുള്ള ഒരു സൈദ്ധാന്തികമായ പരാജയമല്ലേ എന്നാണ് എൻ്റെ സംശയം. അല്ല, ആദ്യം പറഞ്ഞത് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അവിഭക്ത പാർട്ടി ബദലായില്ല, അല്ലെങ്കിൽ പാർട്ടിയെ വിപ്ലവകരമായി പുനഃസംഘടിപ്പിച്ച ശേഷം CPM രൂപീകരിച്ചപ്പോൾ എന്തുകൊണ്ട് ആ പാർട്ടി ഉണ്ടായില്ല എന്നുള്ളതാണല്ലോ ചോദിച്ചത്. അതിൻ്റെ കാരണം ഇന്ത്യയുടെ സവിശേഷ സാഹചര്യത്തിൽ
ഇപ്പോൾ കേരളത്തിലെയും ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ ഇപ്പോഴാണല്ലോ അവിടെ രണ്ടിടത്തും പോയത് പോലെ ഈ സാമ്പത്തികമായും രാഷ്ട്രീയമായും ആശയപരമായ പോരാട്ടത്തിലൂടെ ഒന്നുകിൽ 50%-ഏറെ ജനങ്ങളെയോ അല്ലെങ്കിൽ ഓരോ പാർട്ടികളും എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെയോ അണിനിരത്താൻ അവിടെ ഒന്നും കഴിഞ്ഞില്ല. ഇവിടെ മൂന്നിടത്തും കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പോഴും കഴിഞ്ഞു 47% ഇപ്പോഴും ഞങ്ങൾ കൊണ്ടുകൂടെ. UDFിന് 39% ഉള്ളൂ. അത് മാറി മാറി വരുന്നുണ്ടല്ലോ സാർ. അല്ലല്ല, ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങൾക്ക് 47, ഇപ്പുറത്ത് 39 BJPക്ക് 10% ഓർ സംതിങ് അവർക്കും കിട്ടിയത്. ഇതാണ് അത് വന്നത്. അപ്പോൾ അത് കേരളത്തിൽ ഇപ്പോഴും ഞങ്ങളുടെ ശക്തി നിൽക്കുകയാണ്, അല്പമെങ്കിലും വർദ്ധിക്കുന്നേ ഉള്ളൂ, താഴോട്ട് പോകുന്നില്ല. ബംഗാളും ത്രിപുരയും കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് പുറന്നോട്ട് പോയി. ത്രിപുരയിൽ ഇപ്പോഴും 14 സീറ്റുണ്ട്, തീരെ ഇല്ലെന്ന് പറയുന്നില്ല. വോട്ടിംഗ് ശതമാനത്തിനും കെട്ടൊക്കെ നിൽക്കുക. ബംഗാളാണ് കുറച്ച് ബുദ്ധിമുട്ട്, 4% ആയിട്ട് ചുരുങ്ങി. അത് അവിടെ പരിശോധിച്ച് അവരിപ്പോൾ തിരുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് എന്തുണ്ട്, പിന്നെ പാർട്ടി ഡിവൈഡ് ചെയ്തപ്പോൾ തന്നെ പല സ്റ്റേറ്റിലും പാർട്ടി ദുർബലമായി. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റായ UPയിലും ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഈ 4 സ്റ്റേറ്റുകളിൽ, ആന്ധ്രാപ്രദേശ്, ഈ 4 സ്റ്റേറ്റുകളിൽ പാർട്ടി ശരിക്കും ദുർബലപ്പെട്ടിരുന്നു. ഡിവിഷന് മുമ്പ് തന്നെ ദുർബലപ്പെട്ടിരുന്നു. നിരവധി MPമാരുള്ള സ്ഥലമായിരുന്നു അവിഭക്ത പാർട്ടിക്ക് ബീഹാർ, UP ഒക്കെ. ഇവൻ ആന്ധ്ര, തമിഴ്നാട്ടിൽ നിന്നും കുറേയധികം MPമാരുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നും അന്ന് ഇത്രയും MPമാരൊന്നും ഇല്ല. ഞങ്ങൾക്ക് 19, 18 ഇല്ലെന്ന്. അന്ന് 7 മുതൽ 10 വരെയൊക്കെ ഉള്ള ആ കാലത്ത്. കാരണം നമുക്ക് ആകെ സീറ്റും 14, 15 ഉള്ളായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ത്രിപുരയിലെയും ബംഗാളിലെയും ഈ ഒരു പോരായ്മ കൂടി വന്നില്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായി അതിന് സാധ്യതയില്ല. ജനങ്ങൾ കേരളം ഒഴിച്ച് ബംഗാളും കേരളവും ത്രിപുരയും ആദ്യവും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ സ്ഥിതിയിൽ കേരളം ഒഴിച്ച് ഒരു സംസ്ഥാനത്തും BJPക്കും കോൺഗ്രസിനും ബദലായി ഇപ്പോൾ CPMനെ കണക്കാക്കുന്നില്ല. അങ്ങനെ കണക്കാക്കിയാലേ വോട്ട് കിട്ടത്തുള്ളൂ. ഇവർ ബദലാണെന്ന് വന്നാലേ വോട്ട് കിട്ടും. ആ ബദലാണെന്ന് വരുത്തണമെങ്കിൽ രാഷ്ട്രീയവും സംഘടനാപരവും ആശയപരമായ പ്രവർത്തനം വളരെയേറെ ശക്തിപ്പെടണം. അതിനുള്ള പരിശ്രമങ്ങളാണ് പാർട്ടി കോൺഗ്രസ് വഴി നടപ്പാക്കുന്നത്. അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല. ഇവിടെ നാഷണൽ ലെവലിൽ ഇതാണ് സംഭവിച്ചത്. കോൺഗ്രസ് തന്നെ എന്തുമാത്രം താപ്പോട്ട് പോയി. കോൺഗ്രസിനും നമ്മൾ മനസ്സിലാക്കേണ്ടത് 3-2 ഭൂരിപക്ഷമോ 4-3 ഭൂരിപക്ഷമോ പാർലമെൻറ്റിൽ കിട്ടിയാലും 50% വോട്ട് ഒരു ഇലക്ഷനും കോൺഗ്രസിനും കിട്ടിയിട്ടില്ല. ഇന്ത്യയുടെ ഇലക്ഷൻ്റെ പ്രത്യേകതയാണ് ഒരു പാർട്ടിക്കും ഇന്ന് വരെ 50% വോട്ട് കിട്ടിയില്ല. ഏറ്റവും കൂടുതൽ വോട്ട് കോൺഗ്രസിന് കിട്ടിയത് 48% ഒരിക്കലേ കിട്ടിയുള്ളൂ. പിന്നെ ഒരിക്കൽ 19 ഇപ്പോൾ അത്രയില്ല. ഇപ്പോൾ കോൺഗ്രസും താപ്പോട്ടാണ് പോയത്. രാജ്യം മുഴുവനുള്ള പാർട്ടിയാണ്. ഇപ്പോഴും എല്ലാ സ്റ്റേറ്റിലുമുള്ള BJP കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലുമുള്ള ഏക പാർട്ടി കോൺഗ്രസ് മാത്രമാണ്. ഇപ്പോൾ ശരിയാണെങ്കിലും പെർസെൻറ്റേജ് കുറവല്ലേ. പക്ഷേ അപ്പോൾ കോൺഗ്രസിന് അത് സംഭവിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, കോൺഗ്രസിന് അധികാരവും പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ പോരായ്മ പറ്റിയത് കോൺഗ്രസാണ്. In terms of voting percentage and in terms of the percentage of the constituent seats. Yes, sure. കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ പറ്റിയത്. കാരണം ഇപ്പം 40 കണ്ടേ ഉള്ളൂ. 52 MPമാരാണ് ഇപ്പം മൊത്തം ഉള്ളത്. MPമാർ എല്ലാവരും കൂടെ അവർ കോൺഗ്രസ് മാത്രമാണ്. 52 ആണെങ്കിൽ മുമ്പ് 400 മേലായിരുന്നു. അതാ പറഞ്ഞത്. അല്ല സാർ, അപ്പോൾ എൻ്റെ അടുത്ത ഒരു ഇത് ഇപ്പം അങ്ങ് പറഞ്ഞത് ശരിയാണ്. അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, 1964 CPI പിളരുകയും CPIM എന്ന് പറഞ്ഞ ഭൂരിപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം ഇന്ത്യയിലാകെ 3 സംസ്ഥാനങ്ങളിലാണ് അവർക്ക് അങ്ങയുടെ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റിയത്. അതിനുശേഷം രൂപം കൊണ്ട എത്രയോ പ്രാദേശിക പാർട്ടികൾ, അത് വർഗീയ പാർട്ടികളാവാം, വെറും വ്യക്തിപൂജ അടിസ്ഥാനമുള്ള പാർട്ടികളാവാം, വെറും പ്രാദേശിക പാർട്ടികളാവാം, അവരൊക്കെ ഇന്ത്യയിലെ ഏതാണ്ട് പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഭരിക്കുന്നു. അപ്പോൾ CPIMൻ്റെ കയ്യിൽ നിന്ന് 3 ഉണ്ടായിരുന്നത് ഇപ്പോൾ 1 ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനിയും ഇപ്പോൾ CPIMൻ്റെ മുഖ്യശത്രു ആരാണ് എന്ന ചോദ്യത്തിൽ ഞാൻ ചോദിച്ചാൽ അങ്ങേക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ എളുപ്പമാവില്ല എന്നാണ് എൻ്റെ സംശയം. അപ്പോൾ ഒരു പക്ഷേ ഇനി എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 2024 വരുമ്പോൾ 2024 ഇന്ത്യയുടെ മുഖം മാറണ്ടേ, ഇന്ത്യയുടെ മുഖച്ഛായം മാറണ്ടേ? അല്ല, മറ്റേ ആദ്യം ചോദിച്ച രണ്ടാമത്തെ സംശയത്തിൽ മറുപടി പറഞ്ഞു. രണ്ടാമത് മുസ്ലിം ലീഗിനെ ഇപ്പൊ എന്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു, അതിന് മറുപടി പറഞ്ഞു. അല്ലല്ല, മുസ്ലിം ലീഗിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള യോജിപ്പ് ഐക്യമുന്നണി അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് സമീപനം എടുക്കുന്ന പാർട്ടി കോൺഗ്രസ്സാണ്. നാഷണൽ ലെവൽ പാർട്ടി കോൺഗ്രസിന്, ആ പാർട്ടി കോൺഗ്രസ് അവസാനത്തെ പാർട്ടി കോൺഗ്രസിനും എടുത്ത നിലപാടനുസരിച്ച് മുസ്ലിം ലീഗിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടില്ല. ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയും തീരുമാനിച്ചിട്ടില്ല, സ്റ്റേറ്റ് സമ്മേളനവും തീരുമാനിച്ചിട്ടില്ല, എവിടെയും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ വെറുതെ ചർച്ചകളാണ്. മുസ്ലിം ലീഗിൽപ്പെട്ട ചിലർക്കൊക്കെ ഇങ്ങോട്ട് വരണമെന്നൊക്കെ ചിലപ്പോൾ കാണും.
മുസ്ലിം ലീഗ് വന്നാലെന്താ കുഴപ്പമില്ലല്ലോ എന്ന് കരുതുന്ന ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടായി, ഞങ്ങൾക്കറിയില്ല. പക്ഷെ പാർട്ടി ഔദ്യോഗികമായിട്ട് തീരുമാനിക്കാഞ്ഞതുകൊണ്ട് ആരും പറഞ്ഞിട്ടില്ല എന്ന് വരണമെന്ന്. അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായം എന്തായിരിക്കും? എന്താണ് മുസ്ലിം ഇപ്പം പാർട്ടി എൻ്റെ തീരുമാനിച്ചില്ല, പാർട്ടി വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു പ്രസക്തിയില്ല. ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, അതിനെ ശക്തിപ്പെടുത്തുക. അതിപ്പോൾ അധികാരത്തിൽ ഇരിക്കുകയാണ്. എന്തെങ്കിലും പോരായ്മ വേണ്ടി പരിഹരിച്ച് കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ വരും. അല്ല, എപ്പോഴും ആ ഒരു നിലപാട് മാറ്റം. ഇപ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിനൊരു ബദലായിരുന്നു എൽ ഡി എഫ്. എൽ ഡി എഫ് കുറേ പൊളിറ്റിക്കലി സത്യസന്ധത പുലർത്തുന്ന പാർട്ടിയായിരുന്നു, പാവങ്ങൾക്ക് നിൽക്കുന്ന പാർട്ടിയായിരുന്നു എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് യു ഡി എഫിൽ നിന്ന് ഒരു കാലത്ത് CPIM തന്നെ പറഞ്ഞ അഴിമതിയുടെ കൊടികുത്തിയ ആളെന്ന് പറഞ്ഞ കെ മാണിയെ പോലുള്ള ഒരാളിനെ ഒരു കുഴപ്പമില്ലാതെ ഇടതുമുന്നിലേക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കും. അതൊരു പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമായിരുന്നു അങ്ങ് പറയാൻ പറ്റുമോ? ഇതൊക്കെ അത് പാർട്ടിയുടെ പ്രാദേശിക കെ മാണിയെ പറ്റി മാത്രം നമ്മൾ പറയണ്ട, എല്ലായിടവും ഉണ്ട്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം തന്നെ കോൺഗ്രസിനല്ലേ? അത്ര അഴിമതി കാണിച്ച ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ട്? ആ ഇന്ത്യ മുന്നണിക്ക് CPI ഇരിക്കല്ലേ, അതിനൊക്കെ വലിയ കാര്യമാണോ മാണിയെ? അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഖ്യ ശത്രു വർഗീയതയാണ്, ഫാസിസമാണ്, റിലീജിയസ് സ്റ്റേറ്റാണ്. റിലീജിയസ് ഒബ്സ്കുറാൻറ്റിസത്തെ അംഗീകരിച്ചുകൂടാ. തിയോക്രാറ്റിക് സ്റ്റേറ്റിലേക്ക് നീങ്ങുന്നു ഇന്ത്യ രാജ്യം, നീക്കാൻ ശ്രമിക്കുന്നു ഇന്നത്തെ ഭരണകക്ഷി എന്നൊരു അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. അതിനെതിരെ യോജിക്കാവുന്ന എല്ലാവരെയും യോജിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് കോൺഗ്രസും CPIM ഒക്കെ ഒരുമിച്ച് വന്നത്. പക്ഷേ അല്ലെങ്കിൽ വരാൻ നോക്കില്ല. അപ്പോഴും ഇന്ത്യ മുന്നണിയിലേക്ക് ആ രണ്ട് യോഗങ്ങളിലും CPIM ഒരു പ്രതിനിധി അയച്ചില്ല. അതൊക്കെ ചെറിയ കാര്യമാണ്. പ്രതിനിധി അയച്ചില്ലെങ്കിൽ അവിടെ പങ്കെടുത്തല്ലോ, അതിനകത്തുണ്ടല്ലോ, പങ്കെടുത്തു. അതായത് പങ്കെടുത്തു. ഇപ്പോഴും എല്ലാ യോഗത്തിലും പങ്കെടുത്തിട്ടുണ്ട്. പ്രതിനിധി അയക്കണം വേണ്ട എന്നൊക്കെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചു. അത് പോട്ടെ, അതൊക്കെ ചെറിയ കാര്യം. അപ്പോൾ അഴിമതിയുടെ കാര്യത്തിലാണെങ്കിൽ കോൺഗ്രസുമായിട്ട് യോജിക്കാനൊക്കത്തില്ല. അത് അന്നത്തെ ഭരണവ്യവസ്ഥയിലുണ്ടായ പ്രശ്നമാണ്. അതല്ലേ മൻമോഹൻ സിംഗിൻ്റെ കാലത്തല്ലേ ഏറ്റവും വലിയ കുഴപ്പം, അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കുഴപ്പമുണ്ടായത്. ഞാനിപ്പോഴും ഓർക്കുന്നത് 2004, 2009 കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാന പോയിന്റ് അഴിമതിയാണ്. 7 ലക്ഷം കോടി രൂപയുടെ കറപ്ഷൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ പല വകുപ്പുകളായി നടത്തിയെന്നാണ് അന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കൽക്കരയുടെ ഇഷ്യൂ, മറ്റേ ഇഷ്യൂ, ഒത്തിരി ഇഷ്യൂസ് ഞാൻ പറയാം, ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ അധികാരം പോയി. ഇവിടെ വർഗീയ ഫാസിസം, തിയോക്രാറ്റിക് സ്റ്റേറ്റ്, അതായത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ സ്റ്റേറ്റിനാണ് തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, വരാൻ പോകുന്നു. അത് അപകടകരമാണ്. ഡെമോക്രസിയുടെ അവസാനത്തെ ശിലയും ഇളക്കപ്പെടും. അതിനകത്തുണ്ടാകുന്ന അഴിമതിയും കാര്യങ്ങളൊക്കെ പ്രധാനമാണ്. ഒരു സമയത്ത് അഴിമതിയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അഴിമതിയും അമിതാധികാരവുമായിരുന്നു ഒരു കാലം CPIMൻ്റെ നാഷണൽ ലെവലിലുള്ള ഏറ്റവും വലിയ ശത്രുക്കൾ. അന്ന് അതിനെ പ്രതിനിധീകരിച്ചത് കോൺഗ്രസ് ആണെന്നാണ് ഞങ്ങളെ വിലയിരുത്തുന്നത്. കോൺഗ്രസ് ഞങ്ങൾ എതിർത്തു. കോൺഗ്രസ് അധികാരം പോയി. ഇപ്പോൾ തിയോക്രാറ്റിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന, വർഗീയ ഫാസിസത്തിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്ന BJP ആണ് കാണുന്നത്. അതിന് RSS ബാക്ക്ഡാണ്. ഇങ്ങനെ ഓരോ തിയററ്റിക്കൽ പൊസിഷനും അതിൻ്റെ മേൽ വളർന്നു വരുന്ന രാഷ്ട്രീയമായിട്ടുള്ള നിലപാടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശയ സമരവും നടക്കുമ്പോൾ കോൺഗ്രസ്സിന് ഇന്ന് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. കോൺഗ്രസും ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കോൺഗ്രസ്സിനാണ് ഇന്ത്യയിൽ എല്ലായിടത്തും സാന്നിധ്യമുള്ളത്. അത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിലുള്ള നേതൃത്വം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യാവകാശമാണെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. അല്ല, കോൺഗ്രസ് വളരെ അസന്നിഗ്ധമായിട്ട്. അപ്പം പിന്നെ മുസ്ലിം ലീഗിൻ്റെ കാര്യം, മാണിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. അതിനാണ് ഞാനിത് പറഞ്ഞത്. ജനങ്ങൾ അംഗീകരിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് നേതാവാനാകാനാകൂ എന്നും നേതൃപൂജയിലൂടെ ആരും ഒരു നേതാവും നേതൃപൂജയിലൂടെ വിഗ്രഹവൽക്കരിക്കപ്പെടരുതെന്നും EMS പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും അതിനൊന്നും നിന്ന് കൊടുത്തിട്ടുമില്ല. അത്തരം പാർട്ടിയിലോ അല്ലെങ്കിൽ വേറെ എതിർകക്ഷികളിലോ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും അദ്ദേഹവും പിന്നീട് വന്ന എല്ലാ നേതാക്കന്മാരും, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എല്ലാ കാലത്തും ലാളിത്യവും വിനയവുമായിരുന്നു ഏതർത്ഥത്തിലും കമ്മ്യൂണിസ്റ്റുകാരുടെ പൊതുവിലും CPIM നേതൃത്വ ഭാഗത്ത് മിക്കപ്പോഴും കാണുന്നത്. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് അത്തരത്തിലുള്ള അന്നത്തെ ആ നിലപാടുകളിൽ ചില മാറ്റം ചില നേതാക്കളിലെങ്കിലും കാണുന്നുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. വിഗ്രഹവൽക്കരിക്കപ്പെടുകയും വ്യക്തിപൂജ നടത്തുകയും വ്യക്തികളെ സ്തുതിച്ച് മുദ്രാവാക്യങ്ങളും കവിതകളും ലേഖനങ്ങളും പാർട്ടി നേതാക്കൾ തന്നെ അല്ലെങ്കിൽ പാർട്ടി അണികൾ തന്നെ നടത്തുകയും ചെയ്യുമ്പോൾ അതൊരു പാർട്ടിയിലെ ഒരു നയവ്യതിയാനമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ? അല്ല, അങ്ങനെയുള്ള നയവ്യതിയാനം വിഗ്രഹാരാധന, പാർട്ടിക്കകത്ത് വിഗ്രഹാരാധന, പാർട്ടിയുടെ രീതി വിട്ടുള്ള വിഗ്രഹാരാധന, അങ്ങനൊരു നയവ്യതിയാനം ഉണ്ടായതായി പാർട്ടി വിലയിരുത്തിയിട്ടില്ല. അങ്ങനൊരു ശക്തമായ വിമർശനം പാർട്ടിക്കകത്ത് ഉയർന്നു വന്നിട്ടുമില്ല. മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്, വ്യാപകമായി ഉയർത്തുന്നുണ്ട്, സംഘടനകൾ ഉയർത്തുന്നുണ്ട്. അതിനടുത്ത് പ്രതിപക്ഷം അവർക്കറിയാവുന്ന പോലൊക്കെ അവർ പറയുന്നത് അതൊക്കെ ശരി തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരു ചർച്ചാ വിഷയമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്.
പക്ഷെ അതൊരു പാർട്ടിക്കകത്തൊരു ചർച്ചയും പാർട്ടി അങ്ങനെ ഒരു വ്യതിയാനമുണ്ടെന്ന് കണ്ടെത്തുകയും ഒന്നും ചെയ്തിട്ടില്ല. അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പൊതുവെ പറയാനുള്ളത്. പിന്നെ ഈ മുഖസ്തുതി എന്ന് പറയുന്നതും ആരാധന എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. വിഗ്രഹാരാധനയും ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന ആരാധനയും രണ്ടും രണ്ടാണ്. മുഖസ്തുതി എന്ന് പറഞ്ഞാൽ അത് നിന്നാസ്തുതിയാണ്. പലരും സ്തുതിക്കുകയല്ല, സാഹിത്യത്തിൽ നിന്നാസ്തുതി എന്നൊരു പരിപാടിയുണ്ട്. യഥാർത്ഥത്തിൽ സ്തുതിക്കുകയാണെന്ന് പറയും, പക്ഷെ നിന്ദിക്കുകയാണ്. സ്തുതിക്കാൻ അറിയാത്തവർ നിന്നാസ്തുതി നടത്തും. അതിന് ഉത്തരവാദിത്തം നടത്തുന്നവർക്കാണ്. ജനങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല, പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല. ആരെപ്പറ്റി സ്തുതിക്കുന്ന അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല. ഇതറിഞ്ഞിരിക്കണം. ഇതൊന്നും ഇന്ന് കേരളത്തിൽ ഇപ്പോൾ വേർതിരിച്ചെടുക്കാനൊന്നും ആയിരുന്നു. മാധ്യമപ്രവർത്തകരുടെ നിലവാരം എന്താ പൊതുവെ എടുത്താൽ? വളരെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള കുറച്ച് പേരില്ലെന്നല്ല. നേരത്തെ ഞാൻ പ്രോഗ്രാംസ് ഓരോ പ്രസ്ഥാനത്തിനും പ്രോഗ്രാം, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഐഡിയോളജി, അതുപോലെയുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാവുന്നവർ കുറച്ചുണ്ടെങ്കിലും അറിയാവുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാ പാർട്ടികളിലും എല്ലായിടത്തും ഇടതുപക്ഷത്തിനും കൊണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എന്ന് പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരില്ലേ, നിലവാരമുള്ളവർ എത്ര പേരുണ്ട്? പറയുന്ന വല്ലതുമാണോ എഴുതുന്നത്? അറിയില്ല. നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാവുന്നേ ഇല്ല. അവർ സ്ഥിരം പഠിച്ചു വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ വെച്ചാണ് ഈ പ്രാദേശികമായിട്ടുള്ളവരൊക്കെ പൊതു കാര്യം ഞാൻ പറയാം. കുറച്ച് ഉന്നതമായ ചിന്തയുള്ളവർ മുകളിലൊക്കെ ഉണ്ടാവുമായിരിക്കും, എന്നാലും അവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എന്താ അവസാനം പറഞ്ഞ എന്നോട്, അതായത് ഇത്തരം കാര്യം നേരത്തെ ഉണ്ടായിരിക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് ഒരു തിരുത്തൽ വരും. അപ്പം അങ്ങനെ തിരുത്തൽ വരത്തക്ക ഒരു ഇഷ്യൂ നമ്മുടെ പാർട്ടി ഡെവലപ്പ് ചെയ്തിട്ടില്ല. പ്രതിപക്ഷത്തിന് വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നു, ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതൊരു ചർച്ചാ വിഷയമാകാൻ ശ്രമിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ ചിലതൊക്കെ ഏറ്റുപിടിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ സീരിയസ് ആയൊരു പ്രശ്നമാണ് പാർട്ടി ചർച്ച ചെയ്ത് പരിഹരിക്കുക. അങ്ങനെ ഒരു നിലയിലേക്ക് അത് വന്നിട്ടുള്ളതെന്നാണ് പറയുക. എന്നാൽ ഒരു സവിശേഷമായ കഴിവുകളുള്ള ഒരു നേതാവിന്, സവിശേഷമായ കഴിവ്, അണികളോ നിഷ്പക്ഷമതികളോ എഴുത്തുകാരോ ചിലപ്പോൾ എതിരാളികളുടെ ഭാഗത്തു നിന്ന് തന്നെ വളരെ ഹ്യൂമാനിസ്റ്റായി ചിന്തിക്കുന്നവരോ പുകഴ്ത്തിക്കൂടുന്നില്ല. അങ്ങനെ പുകഴ്ത്തിയേരത്തുന്ന ലോകത്തുണ്ട്. അതിനെ ഒന്നും വ്യക്തിപൂജയായിട്ട് നമ്മൾ കൂട്ടാറേയില്ല. അത് അദ്ദേഹം ചെയ്ത നല്ല കാര്യത്തിനൊരു നല്ല വാക്ക് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ഉദാഹരണം, ലോകം കണ്ട ഏറ്റവും വലിയ മാർക്സിസ്റ്റ് ലെനിനിസം എന്ന് പേര് വന്നത് തന്നെ ലെനിൻ്റെ തിയററ്റിക്കൽ പൊസിഷൻ കൂടി വന്നതുകൊണ്ടാണ്. മാർക്സിസം ലെനിനിസം എന്ന് ഞങ്ങൾ പറയുന്നത്. ലെനിനിസം ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് മാർക്സിസം ഇൻ ദ 20th century. അതാണ് മാർക്സിസം ലെനിനിസം. റഷ്യൻ വിപ്ലവം അങ്ങനെ വന്നത്. അതിൻ്റെ കൂടെ മാവോയിസം ഞങ്ങൾ അംഗീകരിച്ചില്ല. അത് നക്സലുകൾ പറയും. മാവോയുടെ കാർഷിക വിപ്ലവത്തിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷേ അത് ലെനിനിസം പോലെയുള്ള ഒരു സാർവദേശീയ തെറിറ്റിക്കൽ ഫൗണ്ടേഷനുള്ളതായി എടുക്കാത്തത് അത് ഞങ്ങൾ പറയാത്തത്. മാവോയെ പൂർണ്ണമായിട്ട് ബഹുമാനിക്കുന്ന അദ്ദേഹം ടോപ്പിൽ തന്നെ സ്ഥാനമുള്ളതാണ്. അപ്പോൾ മാർക്സിസം ലെനിനിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒരു നേതാവ് ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ആയിരക്കണക്കിന് നേതാക്കന്മാരുണ്ട്. അതല്ല, ഒരു നേതാവ് ടോപ്പിലേക്ക് വരണമെങ്കിൽ ഒന്ന് അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് തിയറി നന്നായിട്ട് വശമുണ്ടാവണം. ആ തിയറിയിലെ സുപ്രധാനമായ അടവുകളും തന്ത്രങ്ങളും എന്ന രണ്ട് പ്രതിഭാസങ്ങളുണ്ട്. തന്ത്രവും അടവും. അത് രണ്ടും രണ്ടായിട്ട് നിൽക്കും, എന്നാൽ തമ്മിൽ ബന്ധപ്പെട്ടേ നിൽക്കത്തുള്ളൂ. ഇപ്പം ഇന്ത്യയിലെ പാർട്ടിയുടെ തന്ത്രം അതാണ് ഞങ്ങളുടെ പ്രോഗ്രാം. CPM-ൻ്റെ പാർട്ടി പരിപാടിക്കാണ് തന്ത്രം എന്ന് പറയുന്നത്. അതിനകത്താണ് ഇന്ത്യയിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റെവല്യൂഷൻ എങ്ങനെ നടത്താം, അത് കഴിഞ്ഞ് അത് സോഷ്യലിസമായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം, ഇതുള്ളത് ഈ പാർട്ടി പരിപാടിക്കകത്താണ്. അതാണ് ഞങ്ങളുടെ വിപ്ലവ തന്ത്രം. ഒരു കാലഘട്ടത്തിൽ ഉടനീളമുള്ളതാണ്. അതായത് ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കുന്നതിന് വരെ ഈ ഒറ്റ പരിപാടി അതിന് മാറ്റമില്ല. എന്നാൽ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും ഓരോ കാലത്തോ ഞങ്ങൾ നടത്തുന്ന പ്രത്യേക നീക്കങ്ങളും നയങ്ങളുമാണ് ടാക്ടിക്സ്, അടവ്. അത് മാറിക്കൊണ്ടേയിരിക്കും. അതൊരിക്കലും സ്ഥിരം, അത് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ പ്രോഗ്രാം മാറത്തില്ല. ഒരു പ്രോഗ്രാമിൻ്റെ കാലത്തുടനീളം ആയിരക്കണക്കിന് അടവുകൾ ഉപയോഗിക്കും. അങ്ങനെ അടവ് ഉപയോഗിച്ചാണ് ഒരിക്കലും ഞങ്ങൾ കേരള കോൺഗ്രസിനെ എതിർത്തതും ഇപ്പോൾ കേരള കോൺഗ്രസിനെ എടുത്തതും ആ അടവിൻ്റെ ഭാഗമാണ്. 67 കോൺഗ്രസ് സർവാധികാരം ഇന്ത്യയിൽ വാഴുന്ന കാലത്ത് 15 സ്റ്റേറ്റിൽ എല്ലായിടത്തും കോൺഗ്രസ്സാണ്. അന്ന് കോൺഗ്രസിനെ താഴെ ഇറക്കാനാണ് മുസ്ലിം ലീഗുമായിട്ട് എന്നാലേ താഴെ ഇറക്കാൻ പറ്റൂ. അത് രാജ്യത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമായിരുന്നു.
അങ്ങനെയാണ് മുസ്ലിം ലീഗിനെ അന്ന് ഐക്യമുന്നണി പെടുത്തിയത്. പിന്നെ ഞങ്ങൾ പെടുത്തിയിട്ടേ ഇല്ല. ഉം. പിന്നെ ഞങ്ങൾ പെടുത്തിയിട്ടേ ഇല്ല അവരെ. അത് ഫൈറ്റ് ചെയ്യായിരുന്നു. ഇപ്പം പെടുത്താനോട്ട് തീരുമാനിച്ചിട്ടുമില്ല ഇതുവരെ. അപ്പം ഇതൊക്കെ അടവുകളാണ്. പക്ഷേ ഇതെല്ലാം ഒരു പ്രോഗ്രാമാണ്. പീപ്പിൾസ് ഡെമോക്രാറ്റിക് റെവല്യൂഷൻ എന്ന പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി എടുക്കുന്ന നിലപാടുകൾ. ജനതാ പാർട്ടിയെ പിന്തുണച്ചതും, ജനതാ പാർട്ടി BJPക്ക് വശംപ്പെട്ടപ്പോൾ അതിൻ്റെ പിന്തുണ പിൻവലിച്ചതും, 2004 UPA പിന്തുണച്ചതും, പിന്നെ എന്തോ ഒരു ആണവ കരാറിൻ്റെ ഇഷ്യൂവിൽ അത് പിൻവലിച്ചതും എല്ലാം ഈ അടവിൻ്റെ ഭാഗമാണ്. ആ അടവിനെയും തുടരുകയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 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 പ്രസ്ഥാനത്തെ ശരിയായ തരത്തിൽ നയിച്ച് പാർട്ടി അണികളുടെയും ബഹുജനങ്ങളുടെയും പാർട്ടിയുടെ ബഹുജനങ്ങൾക്ക് വെളിയിലുള്ള മറ്റു പാർട്ടികളുടെ അണികളെയും പാർട്ടിയിലൊന്നും ഇല്ലാത്ത അണികളെയും ഒരുപോലെ ആദരവിന് പാത്രീഭൂതനാവുന്ന ആളാണ് നേതാവാകുന്നത്. റിയൽ ലീഡ്. അതാണ് എല്ലാവരും നേതാവാണ്, പക്ഷേ റിയൽ ലീഡ് അതാണ് EMS, AKG, ഇവരൊക്കെ അതാണ്. മരിച്ചുപോയ നായനാർ, VS അച്യുതാനന്ദൻ. ഓക്കെ. ആ നിലയിലേക്ക് പിണറായി വിജയൻ വളർന്നു വരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പിണറായിയാണ് ഇതിന് ബാക്കിയുള്ളത്. ആ ഒരു നിലവാരത്തിലായി. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധിയൊക്കെ പൂർത്തീകരിച്ച് ഈ പാർട്ടിയുടെ ആ നിലയിലേക്ക് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BSന്റെ നാട്ടിൽ അല്ല, വേറെ നേതാക്കന്മാരുണ്ടാവും. ഗൗരിയമ്മ തീർച്ചയായിട്ടും PBയിലും വന്നല്ല, CCയിലും വന്നു. അതുകൊണ്ട് എന്താ കുഴപ്പം? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പേര് പറഞ്ഞാൽ 1ാം റാങ്കിൽ അവർ വരും. അപ്പോൾ പാർട്ടിക്കകത്തുള്ള സംഘടനാപരമായ സ്ഥാനം മാത്രമല്ല, ബഹുജനങ്ങളുടെ ഇടയിലുള്ള വിപ്ലവകരമായ സ്ഥാനം, ഓക്കെ. ഭരണപരമായ കഴിവ്. അതുകൊണ്ട് അവർ വന്നു. ഓക്കെ. അവരെ മാറ്റി നിർത്താനേ പറ്റില്ല. ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചു വന്നത്, എൻ്റെ ചോദ്യം ഇതായിരുന്നു. ഇങ്ങനെ വേറെ പലരും ഉണ്ടാവും. ഞാൻ പറഞ്ഞത് എൻ്റെ ചോദ്യം ഇതായിരുന്നു. ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോഴായിരുന്നു ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായതും പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ബഹുജനങ്ങൾ CPM പുറത്തുള്ള ആളുകളിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയൊരു സ്വീകാര്യത ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്വീകാര്യത അദ്ദേഹം ശരിക്കും അംഗീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ. അപ്പോൾ അതങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തെ അതൊരു പൊയ്ക്കാൽ വിഗ്രഹമാണ്, ആ പൊയ്ക്കാൽ വിഗ്രഹങ്ങൾ പാർട്ടി വിരുദ്ധ ലൈനാണ് സ്വീകരിക്കുന്നത്, ആ പൊയ്ക്കാൽ വിഗ്രഹങ്ങളെ പാർട്ടി അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞാലാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി. പക്ഷേ ഇന്ന് ഇപ്പോൾ P ജയരാജനെയും VS അച്യുതാനന്ദനെയും സ്തുതിച്ച് പാട്ടെഴുതിയവരെ വിമർശിച്ച പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് CPM, അങ്ങനെ നേരത്തെ പറഞ്ഞ നിന്നാസ്തുതി ആവാം, പക്ഷേ ആ നിന്നാസ്തുതി ആണെങ്കിൽ പോലും എന്തുകൊണ്ട് പിണറായി വിജയൻ, ഒന്നുകിൽ ശ്രീ പിണറായി വിജയൻ അല്ലെങ്കിൽ CPIM, രണ്ടിലാണ്. അത് പാടില്ല, അത് പാർട്ടി വിരുദ്ധ ലൈനാണ്. VS അച്യുതാനന്ദനോട് സ്വീകരിച്ച അതേ നിലപാട്, P ജയരാജനോട് സ്വീകരിച്ച അതേ നിലപാട് എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയനോടും നമുക്ക് സ്വീകരിച്ചു? അങ്ങനെ ഓരോ ചോദ്യവും അത് ഇങ്ങനെ എൻ്റെ എക്സ്പോസിഷൻ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും അങ്ങയുടേതാണ്, ഞങ്ങളാരും പറഞ്ഞിട്ടുള്ളതല്ല. പക്ഷേ ആ പറഞ്ഞതിൻ്റെ സാരാംശം പറയാൻ വേണ്ടി അങ്ങയുടെ ഭാഷയിൽ അങ്ങ് പറയുന്നതാണ്. അതും കൂടി ഞാൻ അവിടെ ചേർക്കണം. ഇതിരിക്കട്ടെ, VS അച്യുതാനന്ദൻ ഒരു പൊയ്ക്കാൽ വിഗ്രഹമാണെന്ന് ഈ പാർട്ടിയിലാരും പറയത്തുമില്ല. അത് പറയുകയാണെങ്കിൽ തലയ്ക്ക് ഓളമായിരിക്കും. VS അച്യുതാനന്ദൻ പൊയ്ക്കാൽ വിഗ്രഹം അതെങ്ങനെയാണ്? നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹാനായ നേതാവാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് VS ആണ്. അതിന് പകരമാക്കാൻ ആരുമില്ല. പക്ഷെ VSന് ഒരു കാലത്ത് വിശേഷിച്ച് VS മുഖ്യമന്ത്രി ആയിരിക്കുക, പിണറായി സെക്രട്ടറി ആയിരിക്കുക, ഞങ്ങളെല്ലാം ഉണ്ടല്ലോ. ഞാൻ ഗവൺമെൻറ്റിലുണ്ട്, പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ചില പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമല്ലേ. ജനങ്ങൾക്ക് അദ്ദേഹത്തെ സ്നേഹമായിരുന്നു, എന്തും സ്നേഹമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് സ്നേഹത്തിന് ഒരു കുറവില്ല, അദ്ദേഹത്തിനുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. അതൊരു അസാമാന്യമായ അദ്ദേഹത്തിൻ്റെ ജന പിന്തുണ അത് അംഗീകരിച്ച് ആലപ്പുഴക്കാരായ ഞങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ കാര്യത്തിലന്ന് ഞങ്ങളും അത് VS അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ്. VSനോട് ഒരു ബഹുമാനക്കുറവൊന്നുമില്ല. VS കൈപിടിച്ച് ഉയർത്തിയവരാണ് എന്നെ പോലുള്ളവരൊക്കെ. അല്ല, വേറെ ആരും അങ്ങനെ ഉയർത്തിയിട്ടില്ല ഒരു കാലത്ത്. അപ്പോൾ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ചില വ്യതിയാനങ്ങൾ പാർട്ടിക്ക് അകത്ത് തന്നെ, വെളിയിലും അധികം പോയില്ലല്ലോ. അദ്ദേഹം ഒരു പാർട്ടിയിലും പോയില്ല, ഇവിടെ തന്നെ നിന്നു. അതാണ് കമ്മ്യൂണിസം. അപ്പോൾ അത് ഞങ്ങളൊക്കെ എതിർത്തു, പാർട്ടി കൂട്ടായിട്ട് എതിർത്തു. അദ്ദേഹം തിരിച്ചല്ലോ. അത് യെച്ചൂരി എതിർത്തല്ലേ ഒരു ഘട്ടം, സെൻട്രൽ കമ്മിറ്റി എതിർത്തല്ലോ. യെച്ചൂരിക്ക് എതിർത്തുകൊണ്ട് വിരോധം ഉണ്ടായിട്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ എടുത്താൽ മതി, അതൊക്കെ അവസാനിച്ചു ഇപ്പോൾ. അതാണ്. പക്ഷേ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിലുണ്ടാകുന്ന എല്ലാ വ്യതിയാനങ്ങളെയും എതിർക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടുള്ള കാര്യമില്ലെങ്കിൽ തെറ്റാണെന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടനെ ചോദിക്കും, എന്താ അങ്ങനെ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ അല്ല ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ സുസൂക്ഷ്മമായി പാർട്ടിയെ നയിച്ച ഒരാളാണ്. അതിശക്തമായി നയിച്ചില്ല, പറയാതിരിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ 5 വർഷം, ആ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം കൊണ്ടല്ലേ ഈ ഗവൺമെൻറ് വന്നത്. ഈ റോഡ് നിങ്ങൾ കണ്ടില്ലേ, ഇത് ഒരു ഇൻ്റർനാഷണൽ ഫോമിലുള്ള റോഡല്ലേ. പക്ഷേ ഇതൊരു തോടായിരുന്നു, വെള്ളം ഒഴുകുന്ന തോടായിരുന്നത്. കുട്ടനാട്ടിലോട്ട് വെള്ളം ഒഴുകുന്ന ഒരു തോടായിരുന്നത്.
അതാണ് ഇപ്പോഴത്തെ മനോഹരമായ റോഡായത്. ഇങ്ങനെ എത്രയോ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും സ്കൂളുകളും ആശുപത്രികളും മറ്റു സംവിധാനങ്ങളും മനുഷ്യൻ്റെ ഭക്ഷണം, വെളിച്ചം, വെള്ളം ഇതെല്ലാം മിനിമം അംഗീകരിച്ച വലിയ വികസനത്തിലേക്ക് കേരളത്തെ നയിച്ചു കഴിഞ്ഞ ഗവൺമെൻറ്. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് വന്നത്. ഞങ്ങളെല്ലാം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് വന്നത്. ഞങ്ങൾക്കത് സന്തോഷമുണ്ട്. വ്യക്തിപരമായിട്ട് അങ്ങയുടെ അടുത്ത് നേരിട്ടൊരു സ്തുതി നടത്താൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. PWD മന്ത്രിയായിട്ട് അങ്ങിരുന്ന കാലത്ത് ഒരുപക്ഷെ ഇതപര്യന്തമുള്ള ഇപ്പോഴുള്ള അടക്കം ഉള്ള PWD മന്ത്രിമാരെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്രയും അഴിമതിരഹിതമായിട്ട് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വികസനത്തെയും ഒപ്പം അഴിമതിരഹിതമായ അഡ്മിനിസ്ട്രേഷനെയും ഇതുപോലെ താലോലിച്ച ഒരാൾ അങ്ങേപ്പുറ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ചെറിയ പരിചയത്തിൽ എനിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് വീണ്ടും ഒരു തുടർച്ച കിട്ടേണ്ടതായിരുന്നില്ലേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങേക്ക് താല്പര്യമില്ല. ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട്, ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ അഭിപ്രായത്തില്ല. പക്ഷേ പാർട്ടി തീരുമാനമാണ്, നമ്മളത് അംഗീകരിച്ചു. ഞാൻ പറയാൻ വന്നത് ശരി, താങ്കൾ പറഞ്ഞത് തന്നെ ഞാൻ വേറൊരു ഭാഗം കൂടെ പറയുകയാണ്. അങ്ങനെ കഴിഞ്ഞ ഗവൺമെൻറ് പ്രവർത്തിച്ചു. അതിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയനല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ടൈം കൂടി, കാരണം പരിചയവും കാര്യമൊക്കെ ഉള്ള ആൾ ഭരിക്കണമല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ടൈം കൂടി കൊടുത്തു. അപ്പോൾ 2 ടൈം തുടർച്ചയായിട്ടിരുന്നവരൊക്കെ ഒഴിയാൻ വേണ്ടി, മന്ത്രിസ്ഥാനം ഒഴിയാനല്ല, മത്സരിക്കേണ്ട. മത്സരിച്ചാലല്ലേ മന്ത്രിസ്ഥാനത്ത് വരേണ്ടവർ വരുള്ളൂ. അപ്പോൾ 2 ടൈം തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിച്ചവരെ മത്സരിക്കേണ്ടതെന്ന് പാർട്ടി തീരുമാനമാണ്. സന്തോഷപൂർവ്വം, എനിക്കൊക്കെ സന്തോഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അംഗീകരിച്ചു. പിന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഒഴിയുന്ന പ്രശ്നം, ഒരു പ്രത്യേക പ്രായപരിധി. എനിക്ക് പ്രായമൊന്നും ആയില്ല അന്ന്, സർട്ടിഫിക്കറ്റിലെ പ്രായം എനിക്ക് പ്രായമൊന്നും. എനിക്ക് എന്നോട് കൊടിയേരി പറയുകയും സുധാകരന് പ്രായം ആയില്ലല്ലോ, സർട്ടിഫിക്കറ്റിൽ നേരത്തെ പ്രായം കൂട്ടി സ്കൂളിൽ ചേർക്കുന്ന കാലം 6 വയസ്സെന്ന് പറഞ്ഞ് ചേർക്കല്ലേ, 6 ഞാൻ പറഞ്ഞു എനിക്ക് ഒരു നിമിഷം ഇനി തുടരണ്ട. ഞാൻ തന്നെ എഴുതി കൊടുത്തു കൊടിയേരിക്ക്, എന്നെ ഒഴിവാക്കി ബ്രാഞ്ചിൽ പെടുത്തണം. ജില്ലാ കമ്മിറ്റി ബ്രാഞ്ചിൽ തന്നെ പെടുത്തി, ഒരു പ്രശ്നമില്ല. പക്ഷേ എന്ന് പറയുമ്പോഴും അങ്ങേപ്പോലൊരു അല്ല, ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് പേരെ പറ്റി ചിന്തിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം ഉണ്ട്. പക്ഷെ പാർട്ടി തീരുമാനമാണല്ലോ. തെറ്റായ തീരുമാനമൊന്നും പറയാൻ പറ്റില്ല. അതിന് തെറ്റായ തീരുമാനം തന്നെ പറയാം, ഒരു തീരുമാനമാണ് അത്. എത്രമാത്രം വിജയിച്ചു അങ്ങനെ കുറച്ച്, എന്നെ മാത്രമല്ലല്ലോ, ശൈലജ മാറി, മൊയ്തീൻ മാറി, ഐസക് മാറി, ബാലൻ മാറി, ഞങ്ങളൊക്കെ മാറിയില്ലേ. അത് എത്രമാത്രം വിജയിച്ചു ഇല്ല എന്നൊക്കെ വിലയിരുത്തേണ്ടത് ഈ ഗവൺമെൻറ്റിന് 5 വർഷം കഴിയുമ്പോഴാണ്. അതൊരിക്കലും തെറ്റായി പോയെന്ന് വിലയിരുത്താൻ ഇടവരില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മന്ത്രിമാർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഞങ്ങളൊക്കെ മന്ത്രിമാരാകുമ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് കയറിയത്. ഈ PWDയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലേ, ഞാൻ PWD മന്ത്രിയായപ്പോൾ മാത്രമല്ല, ഞാൻ അതിന് മുമ്പ് ദേവസ്വം മിനിസ്റ്ററായിരുന്നു, സഹകരണ മന്ത്രിയായിരുന്നു, കയർ മന്ത്രിയായിരുന്നു. 2 തവണ മിനിസ്റ്ററായി. 2 തവണയോ അതിൽ കൂടുതൽ മന്ത്രിയായ ഒറ്റയാളെ ആലപ്പുഴയുള്ളത് ഗൗരിയമ്മ മാത്രമാണ്. ഒരു UDFിൽ കൂടി പോയി 2 തവണ മന്ത്രിയായി. LDFിലും 3 തവണയായി. 57, 67, 80, 87 4 തവണയായി. അപ്പോൾ 4ഉം 2ഉം 6 തവണ മിനിസ്റ്റർ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റേ കുറച്ച് കാലമാണ്. പക്ഷേ ചില ടൈം 5 വർഷം ഇരുന്നു. അപ്പോൾ അതൊക്കെയായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് കഴിഞ്ഞ PS ഗവൺമെൻറ്റിൽ മന്ത്രിയായപ്പോഴായാലും അതിനു മുമ്പ് MLA ആയിട്ട് കായംകുളത്തിരുന്നപ്പോഴും ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നപ്പോഴും 11 വർഷം സിൻഡിക്കേറ്റ് മെമ്പറായി കേരള യൂണിവേഴ്സിറ്റിയിൽ, 3 വർഷം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ അതിന് സിൻഡിക്കേറ്റിനോട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഇവിടെയൊക്കെ നമ്മൾ പ്രവർത്തിച്ചതാണ്. മുനിസിപ്പാലിറ്റി പ്രതിപക്ഷമാണ് പ്രവർത്തിച്ചു, ദീർഘകാലം പ്രവർത്തിച്ചു. പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് 1.5 തവണ ഇരുന്നു, ജില്ലാ സെക്രട്ടറി ആയിട്ട്, ഏരിയ സെക്രട്ടറി ആയി, കുട്ടനാട്ടിലെ അമ്പലപ്പുഴ, ഇതെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. വെറുതെ കയറി അങ്ങ് മന്ത്രി, വെറുതെ കയറി അങ്ങ് MLA ഒന്നും ആയതല്ല. പിന്നെ SFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് 70 മുതൽ, പിന്നെ 67-70 മുതൽ KSFിലായിരുന്നു, KSYFിലായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു 60 വർഷക്കാലത്തെ പാർട്ടി പ്രവർത്തന ചരിത്രമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പാർട്ടിയിൽ മെമ്പറായി പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന കാലം മുതലേ എനിക്ക് അഴിമതിയോട് താല്പര്യമില്ല, ഈ പൈസ ഉണ്ടാക്കുന്നതിനോട് അന്നേ താല്പര്യമില്ല. അത് നമ്മുടെ ഒരു എന്താ പറയുന്നത്, ജനിച്ച സമയം മുതലുള്ള ഒരു ശീലവും. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുമ്പോൾ അഴിമതി കാണിക്കാനേ പാടില്ല, അതാണല്ലോ പഠിപ്പിക്കുന്നത്. യാതൊരു തരത്തിലുള്ള അഴിമതിയോ കാണിക്കാൻ പറ്റില്ല. അഴിമതി കാണിക്കാൻ പാടില്ല, സ്വജനപക്ഷപാതം പാടില്ല, നമ്മളിരിക്കുന്ന പോസ്റ്റ് ഉപയോഗിച്ച് വീട്ടിൽ ആർക്കും തൊഴിൽ കൊടുക്കാൻ പാടില്ല. പക്ഷെ അതിനൊക്കെ വിരുദ്ധമായി അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോണം. അങ്ങനെയുള്ളത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, ഞങ്ങൾ ചെയ്യാൻ പാടില്ലെന്നാണ് പാർട്ടി നയമാണ് ഞാൻ പറയുന്നത്. ഈ നയം പറയുമ്പോൾ പലർക്കും അറിയാൻ പാടില്ല.
അത് ഞാനാണോ ഉത്തരവാദി? അതെ, ഞാൻ PWD മന്ത്രി ആയതിൻ്റെ എൻ്റെ ബന്ധുക്കൾക്കാർക്കും ജോലി കൊടുത്തോ? അങ്ങനെ എത്രയോ പേർക്ക് ജോലി കൊടുത്തു കേരളത്തിൽ. ജോലി കൊടുത്തോ? PWD മന്ത്രി ആയിരുന്നപ്പോഴാണ് ഞാനിവിടെ ഈ കോപ്പറേറ്റീവ് എഞ്ചിനീയറിംഗ് കോളേജ് പുനഃപ്രസ്ഥാപിച്ചത്. തൊട്ടപ്പുറത്ത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, അവിടെ 300 പേരെ നിയമിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകരടക്കം 140 പേരുണ്ട്. അവിടെ ഒരു MBA ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അപ്പോൾ 4 സ്ഥാപനമായില്ലേ. ഒരു ഫിനിഷ് സ്കൂൾ, എല്ലാം കൂടെ 500 പേരും ജീവനക്കാർ. എൻ്റെ വീട്ടിൽ 4 നിയമിച്ചു. ഒരാളെ നിയമിച്ചിട്ടില്ല, നിയമിക്കത്തില്ല. അങ്ങനെ പിന്നെ ഏതെല്ലാം രംഗത്ത് പ്രവർത്തിച്ചപ്പോഴൊക്കെ ഒരുപാട് ആളുകളെ നിയമിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നിയമിക്കാൻ പറ്റില്ല, നിയമിക്കാൻ പാടില്ല. നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതെ, ഇനി ഞാൻ ഭരിക്കുന്ന വകുപ്പുകൾ എൻ്റെ ബന്ധുക്കളെ നിയമിച്ചുകൂടാ. സ്വജനപക്ഷപാതം പാടില്ല, വഴിവിട്ട് ചെയ്തുകൂടാ, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ജനപിന്തുണ പ്രസ്ഥാനത്തിനുണ്ടാകുന്നത്. എന്തെങ്കിലും കേസുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുക. അതും ഇവിടെ ഞാൻ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ചൂണ്ടിക്കാണിച്ചത് തിരുത്തിക്കുക, അതൊക്കെ ഞാൻ പറയാനുള്ളത്. ഇത് പാർട്ടി നയം ഇതാണ്, അല്ല കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പാർട്ടിയല്ല ഇത്. പക്ഷേ ഒരു സംശയം സാർ, അതായത് ഞാൻ ആദ്യമേ തന്നെ ഒന്ന് പറഞ്ഞിരുന്നു, എല്ലാ കാലത്തും VS അച്യുതാനന്ദൻ ഭരിച്ചപ്പോഴും, അതിനുമുമ്പ് EK നായർ ഭരിച്ചപ്പോഴും, അതിനുമുമ്പ് ഈവൻ സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് കേരളം ഭരിച്ചപ്പോൾ പോലും ഗവൺമെന്റിനേക്കാൾ വലുതായിരുന്നു പാർട്ടി പറയുന്നത് പോലെ, അല്ലെ പാർട്ടി നയത്തിനനുസരിച്ച് മാത്രമേ ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. അത് മുഖ്യമന്ത്രി ആയാലും മന്ത്രി ആയാലും ആരായാലും. ഇല്ലെങ്കിൽ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ മേൽ പാർട്ടി അച്ചടക്കം എടുക്കുമായിരുന്നു, വാളെടുക്കുമായിരുന്നു, വഴിയെടുക്കുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു സംശയം കൂടെ ചെയ്യാം. അത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഒരു സംശയമാണ്. സഖാവ് VS അച്യുതാനന്ദൻ നിശബ്ദനായതിനു ശേഷം, നിശബ്ദനാക്കപ്പെട്ടതല്ല, നിശബ്ദനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം അല്ലെ അതേകണക്കുള്ള കാര്യങ്ങൾ ഒക്കെ വന്നിട്ട് കഴിഞ്ഞ 5-6 വർഷത്തെ നിശബ്ദനാണ്. അതിനു മുമ്പ് അദ്ദേഹം കുറച്ചൊക്കെ പാർട്ടിയുടെ ഖഡ്ഗ ഉപയോഗിച്ച് അദ്ദേഹം നിശബ്ദനാക്കി. VS അച്യുതാനന്ദൻ്റെ ഈ മൗനം കേരളത്തിൻ്റെ പൊതുഭരണ സംവിധാനത്തെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കൊക്കെ ഒരു അഭിപ്രായമുണ്ട്. തെറ്റാണോ? അത് തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ്. അതിന് സാമൂഹ്യമായൊരു അടിസ്ഥാനമില്ല. കാരണം VS വലിയ ആൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. VS സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ഈ ലോകത്തൊന്ന് പോകുന്നൊരു സമയം വരുമല്ലോ, അതിനുശേഷം എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അങ്ങനെ അത് എടുക്കേണ്ട കാര്യമില്ല. VS അച്യുതാനന്ദൻ മൗനിയായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല. എങ്ങനെ സംഭവിക്കുന്നത്? ആ സംഭവിക്കുന്നത് എന്താണെന്ന് പോലും ഇവിടെ അബ്സ്ട്രാക്റ്റായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് സംഭവിച്ചു എന്നുള്ള വ്യക്തതയില്ലാത്ത കാര്യമാണ്. വളരെ വ്യക്തമാണ്. അല്ലല്ല, എന്തെങ്കിലും സംഭവിച്ചു എന്ന് പാർട്ടി കമ്മിറ്റിക്കകത്ത് ചർച്ചയൊന്നും വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പറയട്ടെ, വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഒരു തീസിസ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് VS അച്യുതാനന്ദന് തന്നെ ചെറിയ ഡീവിയേഷൻ വന്നില്ലേ? അന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവും വലിയ വിഭജനം എന്നുള്ള കാലത്തും അത് പാർട്ടി തിരുത്താൻ ശ്രമിച്ചു, തിരുത്തി അദ്ദേഹത്തിൻ്റെ പ്രശ്നം അവസാനിച്ചല്ലോ. അദ്ദേഹം പാർട്ടിയെ ശക്തിപ്പെടുത്തിയല്ലോ അതിന് ശേഷം. അതാണ് VS എന്ന് പറയുന്ന മഹാനായ കമ്മ്യൂണിസ്റ്റ്. ആർക്കും സംഭവിക്കാം. ഏതായാലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രസ്ഥാനത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ അതിൻ്റെ പാരമ്പര്യം, ആ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം ത്യാഗങ്ങൾ ആ പാർട്ടിയും ആ പ്രസ്ഥാനം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇപ്പോഴും നിലനിൽക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമല്ലേ. സ്വാതന്ത്ര്യ സമരത്തിൽ ചെയ്ത നിസ്തുലമായ സേവനങ്ങളുടെ പേരിലാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇതിനേക്കാൾ മെച്ചമായിരുന്നു. ആ ഒറ്റ അടി ഭയങ്കര അടിയായിപ്പോയത്. കോൺഗ്രസ് ഒന്നും പറയാനൊക്കെ സ്ഥിതി ഏകാധിപത്യത്തിലും പറയാൻ പറ്റുമോ? അതല്ല മോഡിയോടെ മറുപടി പറയുന്നത്. അവരന്ന് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ ഒരു പാർട്ടിയാണെന്ന് അവർ പറയും. അവർക്ക് ലക്ഷ്യം വേറെ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇതിനൊന്നും അവസരം ഉണ്ടാക്കാൻ പാടില്ല. ഒരവസരം നിങ്ങൾക്ക് കിട്ടിയാൽ അത് ജനസേവനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അത് നിങ്ങളുടെ പാർട്ടിയുടെ നയവും പരിപാടിയും ജനസേവനത്തെപ്പറ്റി എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിച്ചാൽ പറ്റില്ല. അത് ഏത് പാർട്ടിയായാലും ഈ ലെസൺ എല്ലാവരും പഠിച്ചേ പറ്റും. ഇത് നമ്മൾ ആരുടെയും പേരിൽ ഇത് ചാർത്തരുത്. ഇത് ചാർത്തിയ ഉടനെ കേരളത്തെ ഒരു കൂട്ടം പ്രവർത്തകർ ഇത് ഇന്നാരുടെ അങ്ങനെ പറയാനേ പാടില്ല. നമ്മൾ പൊതുവായിട്ട് പറയുകയാണ്. അത് ലംഘിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജനങ്ങൾ കണ്ടുപിടിച്ചോളും. പ്രതിപക്ഷത്തിൻ്റെ പറയാം, ഞാൻ അവരെ വിലക്കുന്നില്ല. അത് ഞങ്ങൾ പ്രതിപക്ഷമായാലും കോൺഗ്രസ് ആയാലും അവർക്ക് പറയാം. അല്ല സാധാരണ നമ്മൾ വെറുതെ ആളുകളുടെ പേര് പറഞ്ഞു വേണം. അപ്പോൾ എല്ലാവരും ശീലിക്കണം. ലോക ചരിത്രവതല്ലേ. ചരിത്രത്തിൽ എന്തെങ്കിലും സ്ഥിരമായിട്ട് നിന്നിട്ടുണ്ടോ? സോവിയറ്റ് യൂണിയൻ പോയില്ലേ? ആരെങ്കിലും വിചാരിച്ചോ? പക്ഷേ ചൈന ഇപ്പോഴും നിൽക്കുകയല്ലേ. ചെറിയ രാജ്യമാണ് ക്യൂബയും വിയറ്റ്നാമും കൊറിയയൊക്കെ നിൽക്കുന്നുണ്ടോ? സോവിയറ്റ് യൂണിയൻ കിഴക്ക് യൂറോപ്പും പോയില്ലേ? തെറ്റായ നയങ്ങളും പ്രവർത്തനം കൊണ്ടല്ലേ. ഒരു ഘട്ടം കഴിഞ്ഞല്ലേ അതുണ്ടായത്.
70-കൾ വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. 70-ക്ക് ശേഷമാണ് ആ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ കുഴപ്പം വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം അത് അന്ന് ഞങ്ങളുടെ പാർട്ടി CPIM സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുകയും സോവിയറ്റ് പാർട്ടിയെ പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒറ്റ പത്രസമ്മേളനത്തിലാണ് യെൽസിൻ. ഞാൻ ആ സീൻ ടെലിവിഷൻ ഞാൻ കണ്ടു. Yes, നമ്മളെല്ലാം യെൽസിനാണത് ചെയ്യുന്നത്. യെൽസിനല്ല, ഗോർബച്ചോവ് സോറി ചെയ്യുന്നത്. ഗോർബച്ചോവ് ചെയ്യുമ്പോൾ ഇയാൾ റിപ്പബ്ലിക്കനെ പിരിച്ചുവിട്ടു, പക്ഷെ പാർട്ടിയെ പിരിച്ചുവിട്ടില്ല. ഉടനെ യെൽസിനയുടെ കോളറിൽ പിടിച്ച് പുറത്തോട്ട് വലിക്കുന്നത്. പുറകെ യെൽസിൻ അയാളെന്തോ മോസ്കോയിലെ മേയറായിട്ട് വന്നു, അയാളിത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉടനെ അയാൾ പാർട്ടിയെ പിരിച്ചുവിട്ടെന്ന് പറഞ്ഞു. കണ്ടില്ല? അതിനെപ്പറ്റി CPIM വിലയിരുത്തിയത് ഇത് സോഷ്യലിസത്തിൻ്റെ കുറ്റമല്ല. സോഷ്യലിസം നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ പാർട്ടി നേതൃത്വത്തിന് പറ്റിയ തെറ്റാണെന്നാണ് പറഞ്ഞത്. ഓക്കെ. മനസ്സിലായോ? Yes. അപ്പോൾ പാർട്ടി നേതൃത്വം തെറ്റുപറ്റിയാൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ തന്നെ ഇല്ലാതായി. Yes. ലോകത്തെ ഏറ്റവും വലിയ വ്യവസ്ഥ. ഇതൊരു ഡിബേറ്റബിൾ വിഷയമല്ല, നടന്ന കാര്യമാണ്. അത് അവിടുത്തെ ഇന്ന സെക്രട്ടറിയാണ്, ഇന്ന മെമ്പറാണെന്ന് ആരും പറഞ്ഞില്ല. Yes. അതെ. സോവിയറ്റ് പാർട്ടിയിൽ ഇന്നാരാണ് ഇത് ചെയ്തതെന്ന് ആരും പറഞ്ഞില്ല. പറഞ്ഞില്ല. സോവിയറ്റ് പാർട്ടി അതെ. 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 പിരിച്ചുവിട്ടത് ഗോർബച്ചോവ്. Yes. അയാളുടെ പേരില്ല, കാരണം പിരിച്ചുവിട്ടത്. പിന്നെ അയാളും അമേരിക്കയിലെങ്ങാണ്ട് പോയി പ്രസംഗം ചെയ്ത് പിരിച്ചുവിടണ്ടല്ലായിരുന്നു. കഷ്ടമായി പോയി. തിരുത്തിയാൽ മതിയായിരുന്നു. പിരിച്ചുവിടാതെ തിരുത്തിയാൽ മതിയായിരുന്നു. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കൊക്കെ നല്ലതായിരുന്നു. പക്ഷെ അത് പ്രായോഗികമായി സോഷ്യലിസ്റ്റ് ഭരണകൂടത്തെ നിലനിർത്തിക്കൊണ്ട് ചെയ്താൽ മതിയാണ് അയാൾ തന്നെ പ്രസംഗിച്ചു. Yes. അന്നേരം വെപ്രാളത്തിനും അമേരിക്കയുടെ സമ്മർദ്ദമെല്ലാം വന്ന വേളം ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. Okay. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്, ഒരു ഭാഗം വിട്ടുപോയി. അതായത് ഈ പുകഴ്ത്തുന്ന പ്രശ്നം പറഞ്ഞല്ലോ. ലെനിനെ പറ്റി ലോകത്തെ ഏറ്റവും മഹാന്മാരായ മോഡേൺ കവികളിൽ ഒരാളാണ് മയക്കോവിസ്കി. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച കവികളിൽ ഒരാളാണ്. റഷ്യയിലെ ടോപ്പ് മോസ്റ്റ് പോയിറ്റ് മയക്കോവിസ്കി ലെനിനെ പറ്റി ഒരു കവിത എഴുതിയിട്ടുണ്ട്, ലെനിനെ ശ്ലാഘിച്ചുകൊണ്ട്. അത് വ്യക്തിപൂജയോ ഒന്നുമായിട്ട് ആരും പറയത്തില്ല. അതൊരു നമ്പർ 1 കവിതയാണ്. മനസ്സിലായോ? അതെ. അങ്ങനെ ഉണ്ടാവാം. അല്ല, അതിന് ഡെഫിനിഷൻ അങ്ങ് തന്നെ പറഞ്ഞു. ഒരാളിന്റെ പ്രതിഭയെ അംഗീകരിക്കുന്നതിൽ അത് അതെ. തെറ്റില്ല. പക്ഷേ നിന്നാസ്തുതികൾ അത് എന്ന് പൊതുജനതലം നിന്നാസ്തുതി എന്ന് മറ്റുള്ളവർക്ക് ആൾക്കാർ കേട്ടാൽ മനസ്സിലാവും. അതാണ്. അപ്പം അത് ആൾക്കാരുടെ കോമൺ സെൻസ് നിരക്കാത്തത് ആര് വിളിച്ചു പറഞ്ഞാലും അതൊക്കെ മനസ്സിലായി. എന്ന് മാത്രമല്ല, ആർക്ക് വേണ്ടിയാണോ പറയുന്നത് ആ ആളിന് ദോഷമാണ്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ട് അതിന് അദ്ദേഹം ഉത്തരവാദിയല്ല. ആരെ? സ്തുതിക്കപ്പെടുന്ന ആൾ അല്ല, അദ്ദേഹം ഉത്തരവാദിയല്ല. ഇവിടെ താൻ നിർത്തണമെന്ന് ചിലപ്പോൾ പറയാനൊക്കെ എന്ത് സ്ഥിതിയിൽ. Okay. അതൊക്കെ അവരവരുടെ കോമൺ സെൻസ് ആണ്. ഓക്കെ. കേരളത്തിലെ എല്ലാ പാർട്ടിയിലെയും ഒരു നിലവാരത്തെ എല്ലാ നേതാക്കന്മാരെ പറ്റി ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. CPM, CPI, കോൺഗ്രസും മുസ്ലിം ലീഗും BJP, സകലമാന പോലെ സോഷ്യലിസ്റ്റ് പാർട്ടികളും ഒരു ജനങ്ങളുടെ ജനശ്രദ്ധയിൽ വന്ന നേതാക്കന്മാരില്ലേ. സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ വന്നവരോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മാത്രം ഇപ്പം നമ്മളെടുക്കുക. താഴോട്ടുള്ളവരെയൊന്നും അങ്ങനെ വിലയിരുത്താൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. ആ പ്രദേശത്തുള്ളൊക്കെ പറ്റും. ഒരു സംസ്ഥാനം മുഴുവൻ വിലയിരുത്തുക, അല്ലെ നാഷണൽ ലെവൽ വിലയിരുത്തുക. സ്റ്റേറ്റ് ലെവൽ ഉയർന്നു വന്നവരെയും ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് മാറ്റി പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. നിങ്ങളുടെ പ്രവർത്തനമാണ്, നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളുടെ കർമ്മഫലം. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന് ഭഗവത്ഗീത പറയത്തില്ല. അപ്പം ഈശ്വരൻ എന്ന് പറഞ്ഞ് ജനങ്ങളല്ലോ എന്നങ്ങ് മാറ്റുന്നു. ഞാൻ ജനാധിപത്യമായോ? ഈശ്വരനോട് ദേഷ്യം ഉണ്ടായോണ്ടല്ല, പക്ഷെ ജനാധിപത്യമല്ല, ജനങ്ങളാണല്ലോ. ഞങ്ങളുടെ കർമ്മങ്ങൾക്ക് വിധി പ്രഖ്യാപിക്കുന്ന ജനമല്ലേ. അപ്പൊ ജനം ഇവിടുത്തെ ഈശ്വരനാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിനെപ്പറ്റി ഒന്നും നമ്മൾ വിഷമിക്കണ്ട. ആരായാലും കർമ്മഫലമാണ്. നമ്മൾ നല്ലത് ചെയ്താൽ പോലും നമുക്ക് ദോഷം ഉണ്ടാവാം. നല്ലത് ചെയ്ത് എത്രയോ ഭരണാധികാരികൾക്ക് ദോഷം ഉണ്ടായിട്ടുണ്ട്, നിരപരാധികൾക്ക്. അതുണ്ടാവാം. അപ്പൊ ദോഷം ചെയ്ത ദോഷം ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ? 2024 ഇനി 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ പറഞ്ഞ 2 ചേരിയായിട്ട് രാജ്യം മാറണം. അതായത് അങ്ങ് പറഞ്ഞതുപോലെ മതാധിഷ്ഠിത രാജ്യമാകണോ ജനാധിപത്യ രാജ്യമാകണോ എന്നുള്ള വലിയ ചോദ്യം ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ നമുക്ക് നിൽക്കുന്നു. നാളെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സെക്കൻഡ് ഭാരത് ജോഡോ യാത്ര തുടങ്ങാൻ പോകുന്നു. 28 വിവിധ പാർട്ടികൾ ചേർന്ന് ഇന്ത്യ സഖ്യം ഉണ്ടായിരിക്കുന്നു. അതിൽ CPIM പങ്കാളിയാവുകയും കൂടെ ചെയ്യും. അപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു സാധ്യത അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അതിൽ CPIM അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യവും അവരുടെ കോൺട്രിബ്യൂഷനും എന്തായിരിക്കും? ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യത നമുക്ക് ഫൈനലായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യ സഖ്യം തന്നെയാണ് മോഡിജിയുടെ ഗവൺമെൻറ്റിന് ഏറ്റവും വലിയ വെല്ലുവിളി. മോഡിജിയുടെ ഗവൺമെൻറ് വീണ്ടും വരുന്നതിന് ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ത്യ സഖ്യം തന്നെ. വെല്ലുവിളി തന്നെ, സംശയമില്ല. നമുക്കൊന്നും ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനം വളരെ പ്രായോഗികവും ബുദ്ധിപൂർവവും വളരെ ജനകീയമാകണം. അതിനകത്തുള്ള പല പാർട്ടികളുടെയും തമ്മിലടി പ്രശ്നങ്ങളൊക്കെ പ്രശ്നമല്ലേ.
ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞു പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അവിടെ പോകണോ പോകണ്ട എന്നുള്ളത് എങ്ങനെ കോൺഗ്രസ് തർക്ക വിഷയമായി? അത് ദോഷമായില്ലേ? പല അഭിപ്രായമല്ലേ? അപ്പോൾ അതൊരു വ്യക്തിപരമായ കാര്യമാണ് ദൈവവിശ്വാസം. അത് കറക്റ്റായി വിലയിരുത്തണം എന്ന് വർക്കിംഗ് കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട്. വേണമെന്നൊരു പോട്ടെ, വേണ്ടാത്തൊരു പോകണ്ട എന്നുള്ളതാണോ അതൊന്നും വ്യക്തമല്ല. പക്ഷെ ഇത് പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമാണ് ദൈവവിശ്വാസം, അതാണ് കറക്റ്റ്. എന്താണ് ഈ രണ്ടഭിപ്രായം? പറ. അതൊരു അഭിപ്രായമായിട്ട് വന്നതൊരു ചർച്ചാ വിഷയമേ ആക്കാൻ പാടില്ലായിരുന്നു. ആ ചർച്ചാ വിഷയമാക്കുന്നതിൻ്റെ ഗുണം BJPക്കാണ്. വ്യക്തമല്ലേ? അവർക്കാണ് അതിൻ്റെ ഗുണം. എന്തിനു ചർച്ചാ വിഷയമാക്കണം? അവിടെ ഒരു അമ്പലം തുറക്കുന്നു, അതൊരു പൊളിറ്റിക്കൽ മൂവ് കൂടിയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് അതിൻ്റെ പൊളിറ്റിക്കൽ മൂവ് രാജ്യത്ത് വിശദീകരിക്കുന്നതിന് പകരം രാമൻ മാംസം തിന്നുമായിരുന്നു തമിഴ്നാട്ടിലെ ഒരുത്തം പറയുക. തമിഴ്നാട്ടിലെ ഒരുത്താണ്, ആരാ അത് പറഞ്ഞത്? രാമൻ മാംസം കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ ഊച്ചാടി രാഷ്ട്രീയമല്ലേ? ഇത് സ്റ്റേറ്റ്മെൻഷിപ്പാണോ? ഒരുത്തം പറയുകയാണ് എന്തോന്നാ, അവിടുത്തെ വേറെ ഒരു മന്ത്രിയുടെ മോനോ MLA ഒരു മന്ത്രി അങ്ങനെ പറയുകയാണ് സനാതന ധർമ്മം വേണ്ട. ഇതൊക്കെ ആര് ചോദിച്ചപ്പോൾ? ഇതൊന്നും ഇവിടുത്തെ അതെ, സ്റ്റാലിൻ്റെ മകൻ. ഇതൊക്കെ ആരെങ്കിലും ചോദിച്ചോ? നമുക്കിവിടെ നമ്മളാരും പ്രസംഗിക്കുന്നുണ്ടോ സനാതനം വേണ്ടെന്ന്? ഞങ്ങളാരും പ്രസംഗിക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണ് അയാളിത് പറയുന്നത്? അത് തമിഴ്നാടുകാരുടെ ഒരു സ്വഭാവമാണ്, DMKയുടെ ഒരു സ്വഭാവമാണ്. നമ്മളെ കുരുക്കി പോയി വീഴരുത്. അവർക്ക് അവിടെ ഉറച്ച സീറ്റുകളുണ്ട്, നമുക്ക് എല്ലായിടത്തും അങ്ങനെ ഇല്ല. കോൺഗ്രസിനും ഇല്ല. അവർക്ക് കുറച്ച് സീറ്റുള്ള അഹങ്കാരമല്ലേ? ഈ രാജ്യത്തിൻ്റെ ദേശീയമായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് അവർക്ക് വേണ്ടേ? അപ്പോൾ അവരുടെ വാക്കുകളാണല്ലോ വടക്കേ ഇന്ത്യ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് അനുകൂലമായി. അപ്പം അങ്ങനെയുള്ള വാക്കുകളൊന്നും ഇപ്പോൾ വരാൻ പാടില്ല. സനാതനധർമ്മം എന്താണെന്നുള്ളത് പോലെ എത്ര പേർക്കറിയാം? മാറ്റപ്പെടാത്ത മൂല്യങ്ങളെ അതിനർത്ഥമുള്ളൂ. അതിന് RSSും BJP ഒന്നും അല്ലത്. സനാതനധർമ്മം RSSും BJP ഒന്നും ആരും ഞങ്ങളെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലം പോലെ കേൾക്കുന്നതാണ്. അത് RSS ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. മാറ്റപ്പെടാത്ത മൂല്യങ്ങൾ, സനാതനം, അൺചേഞ്ചബിളാണ്. അതായത് മാറാത്തത് ഒന്നേ ഉള്ളൂ, മാറ്റം മാത്രം എന്ന് പറയുന്ന പോലെ ഇപ്പം സ്നേഹം മാറ്റാൻ പറ്റുമോ? സോഷ്യലിസ്റ്റ് മാറുമോ, മുതലാളിത്തത്തിൽ മാറുമോ? ഫാസിസത്തിലും സ്നേഹം മാറത്തില്ല. ഫാസിസത്തിൽ സ്നേഹമില്ലെങ്കിലും നമുക്ക് ജനങ്ങളോട് സ്നേഹം ഉണ്ടാവുമെന്നും. സ്നേഹം, വിശ്വാസം, കാരുണ്യം, ഇതിനൊക്കെ ഒത്തിരി, സത്യസന്ധത, ഇതെല്ലാം സനാതനമായിട്ടുള്ള മൂല്യങ്ങളാണ്. അതിനെ BJPയും RSSും അവരുടേതാക്കി മാറ്റിയതിനെ നമ്മൾ എതിർക്കണം, അറിഞ്ഞിരിക്കണം. ഹിന്ദു എന്നൊരു വാക്ക് പോലും എന്താ പറയുന്നത്, പിന്നെ പറയാം, ഭേദങ്ങൾ വരുന്നതിനും ഇല്ലല്ലോ. ഹിന്ദു എന്ന് പറയുന്ന വാക്ക് പോലും ഉപനിഷത്തുകളിലില്ല. 10,000-15,000 വർഷം പഴക്കമുള്ള ഉപനിഷത്ത്. ഗീതക്കടെ 4,000 വർഷം പഴക്കമുണ്ട്. ഈ ഉപനിഷത്തുകളിലൊന്നും, കുറേ ഉപനിഷത്തുകളില്ലേ, അതിലൊന്നും തന്നെ ഹിന്ദു എന്നൊരു വാക്കില്ല, എന്നൊരു മതം തന്നെ എന്നില്ല. ബ്രാഹ്മണരെ പറ്റി അതിൽ പറയുന്നുണ്ട്, പക്ഷെ ബ്രാഹ്മണരാണ് എല്ലാറ്റിനും മുകളിലെന്ന് അതിൽ പറഞ്ഞിട്ടുമില്ല. വേദകാലഘട്ടം വന്നപ്പോഴാണ് ബ്രാഹ്മണരെ ഏറ്റവും മുകളിലാക്കി ബാക്കിയുള്ളവരെല്ലാം ശരീരത്തിന് താഴെ, ശൂദ്രരുടെ പാദമറ്റമാണ് താഴെയേറ്റം. പട്ടികജാതി പട്ടികവർഗം മനുഷ്യരേ അല്ല, അവർ ഹിന്ദുക്കളുമല്ല, ദേ ഔട്ട് കാസ്റ്റ്. അതിനുശേഷമല്ലേ ഇതുണ്ടായത്? ഹിന്ദു എന്നുള്ള ഫോർമുലേഷൻ വന്നതിന് ശേഷമല്ലേ. ഹിന്ദുസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അതെന്നാണ് ഹിന്ദു വന്നത്. മനസ്സിലായില്ലേ? ഇതിനൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉത്തരവാദിത്തമാണിത്. എന്നിട്ട് വിമർശിക്കണം. അതിനെ എങ്ങനെ ബ്രാഹ്മണ മേധാവിത്വമാക്കി, എങ്ങനെ വർഗീയതയാക്കി, എങ്ങനെ ഹിന്ദു മോഡലാക്കിയെന്ന് നമ്മൾ വാദിച്ച് ഇത് അടിസ്ഥാനരഹിതമാണെന്നും ഇത് കൂട്ടിച്ചേർത്തതാണെന്നും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളടക്കം എല്ലാവരും നമ്മൾ ഈ രാജ്യക്കാരാണെന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് നമ്മൾ വളർന്നത്. ആ കാര്യങ്ങൾ പറയാതെ നേരെ കയറി വെറും ചപലമായ കാര്യങ്ങൾ പറയാൻ പാടില്ല. അവരും ഈ ഇന്ത്യ മുന്നണിക്കകത്താണ് കിടക്കുന്നത്, അതവർ ഉപയോഗിക്കുകയാണ്. ഏത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം, ഇത് ശരിക്കും ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തെ അവരുടെ ശ്രീരാമനെ ആശ്രയിച്ച് രാഷ്ട്രീയം പറയാൻ പാടില്ല. ശ്രീരാമനെ ആശ്രയിച്ച് രാഷ്ട്രീയം പറയാൻ പാടില്ലായിരുന്നു. BJPക്കാരെ കൊണ്ട് ഇത്രയും കഠിനമായി രാഷ്ട്രീയ പ്രചരണം നടത്താതിരിക്കാനുള്ള പോംവഴി തയ്യാറാണമായിരുന്നു. അവർ പറഞ്ഞോട്ടെ, പക്ഷേ ഈ തരത്തിൽ കോൺഗ്രസ് ഹിന്ദുക്കൾക്ക് എതിരാണെന്നല്ലേ ഇവിടെ ക്യാമ്പയിൻ ബ്ലാങ്കായിട്ട് അടിച്ച് പരത്തുമല്ലേ. എന്തിനാ അങ്ങനെ അവസരം കൊടുത്ത് കോൺഗ്രസ് BJP ആര് പറഞ്ഞ് എതിരാണെന്ന്? അങ്ങനെ എതിരാവാൻ പറ്റും? എങ്ങനെ കോൺഗ്രസ് ഹിന്ദുക്കൾക്ക് എതിരാവാൻ പറ്റും? ഒരു പാർട്ടിക്കും ഹിന്ദുവിന് എതിരാവാൻ പറ്റില്ല.
ഇന്ത്യ രാജ്യത്ത്. അത് രാഷ്ട്രീയ പാർട്ടിയാണ്, നിലനിൽക്കത്തില്ല. ക്രിസ്ത്യാനിക്കെതിരാവാൻ പറ്റില്ല. മുസ്ലിമിനും സിഖുകാരനും ഒരു മതത്തിനും എതിരായി ഒരു പാർട്ടിക്ക് നിലനിൽക്കാനൊക്കില്ല. ഇതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മൾ പറയേണ്ടത്. അല്ല ഏതെങ്കിലും മതത്തെ പൊക്കി പിടിച്ചാലൊന്നും അധികാരത്തിൽ വരാൻ പ്രയാസമാണ്. ഹിന്ദുക്കൾ നമ്മുടെ ജനസംഖ്യയുടെ 80% ഇല്ലേ, 70% എന്തായാലും ഉണ്ടല്ലോ, ഉണ്ട്. എന്നിട്ട് BJPക്ക് എന്നാൽ 50% വോട്ട് കിട്ടാത്തത്? യു ടെൽ മീ ദ ആൻസർ. അപ്പോൾ ഹിന്ദുക്കൾ 50% പോലും വോട്ട് ചെയ്യുന്നില്ല. അവർക്കറിയാതെ, അവർക്കതറിയാം. എന്താ കിട്ടാത്തത്? മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇന്ത്യയിൽ ഏകദേശം ഒരു 25 crores മുസ്ലിംസ് ഉണ്ട്. ഇപ്പോൾ 25 crores എന്ന് തോന്നുന്നു. ഇവിടെ ഈ മലപ്പുറം, കേരളവും ഇവിടെ അല്ലാതെ മുസ്ലിം ലീഗ് എവിടെയുള്ളത്? ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള കൽക്കട്ടയിൽ എന്താ ഇവർക്ക് വോട്ട് കിട്ടാത്തത്? ഡൽഹി എന്താ? സങ്കടം നടക്കത്തില്ലത്. എന്താ കേരള കോൺഗ്രസ് എന്താ വടക്കേ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ പേര്? അപ്പോൾ ഇങ്ങനെ ഒരു മതം നോക്കി മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. ഓരോ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. അതിൽ മതവും ജാതിയൊക്കെ സ്വാധീനം ചെലുത്തുന്നില്ലെന്നല്ല. അപ്പം നമ്മൾ ശരിയായ നയങ്ങളും ശരിയായ പരിപാടി എല്ലാ വിഭാഗം ജനങ്ങളെയും ഇവർ പറയുന്ന ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന പ്രോപ്പഗൻഡ ഫോർമുലേഷൻസും ഐഡിയോളജിക്കൽ ഫോർമുലേഷൻസും അതിനെ കുറച്ച് തല പുകയണം, ചിന്തിക്കണം. ഈ പാർലമെൻ്ററി രാഷ്ട്രീയം എന്ന് പറയുന്നത് ആത്യന്തികമായി നിലനിൽക്കണമെങ്കിൽ തന്നെ ഇവിടെ തിയോക്രാറ്റിക് സ്റ്റേറ്റിൻ്റെ ആശയം ഇല്ലാതാവണം, ഫാസിസ്റ്റ് ആശയം ഇല്ലാതാവണം. അത്തരം ആശയങ്ങൾ ഇല്ലാതാവുന്നതിനുള്ള പോരാട്ടം കൂടിയാണ് നടത്തേണ്ടത്. ആശയപരമായ പോരാട്ടം എവിടെ? അല്ല, ആ പോരാട്ടത്തിന് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലൂടെ എങ്കിലും സമയമായില്ലേ? ഇപ്പം നാളെ തുടങ്ങാൻ പോകുന്ന ആ പോരാട്ടത്തിൽ DMKയുടെ ഈ പറയുന്ന തീവ്രവാദികളെ നിയന്ത്രിക്കണം. അല്ല, അതിന് ശക്തമായ DMK വലിയൊരു സംഭാവന ചെയ്യുന്നുണ്ട്. ആന പിടിച്ചാൽ വിളകാത്ത 10-30 സീറ്റ് അവരുടെ കയ്യിലുണ്ട്. അത് നല്ല നേട്ടമാണ്. ഇന്ത്യ മുന്നണിക്കുള്ള വലിയൊരു കോൺട്രിബ്യൂഷനാണിപ്പോൾ. അംഗീകരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ സീറ്റ് നഷ്ടപ്പെടുത്തരുത്. അവിടെ നിലനിൽപ്പ് മാത്രമല്ല പ്രശ്നം, രാജ്യത്തിൻ്റെ നിലനിൽപ്പ്. നേഷൻ ഫസ്റ്റ്, രാജ്യം ഒന്നാമത്. രാജ്യം ഒന്നാമതാണെങ്കിൽ നമ്മുടെ നാട് നമ്മുടെ കൂടെ കാണും. കാരണം രാജ്യസ്നേഹം ശരിക്കുള്ളവരാണ് ഇന്ത്യക്കാർ, അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷേ അത് പ്രവർത്തിക്കട്ടെ. തീർച്ചയായിട്ടും എന്തായാലും ഇന്നത്തെ പാർലമെൻറ്റ് ഉള്ളതിനേക്കാൾ എത്രയോ അധികം സീറ്റ് ഉണ്ടാവും. അതിനിപ്പോൾ യാതൊരു സംശയമില്ല. അത് അധികാരത്തിൽ കിട്ടാനുള്ള എത്ര 572 280 സീറ്റ് കിട്ടുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. വെറുതെ പറയാൻ പറ്റില്ല. CPM-നെ സംബന്ധിച്ച് കേരളത്തിന് വെളിയിൽ വളരെയധികം സീറ്റൊന്നും ഇപ്പോൾ കിട്ടാൻ പ്രതീക്ഷയില്ല. പിന്നെ ബംഗാളിലൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു, ത്രിപുരയിൽ പ്രതീക്ഷിക്കുന്നു, തമിഴ്നാട്ടിൽ DMK സഖ്യത്തിൽ നമുക്കെല്ലാം കുറച്ച് സീറ്റ് കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷകൾ. എന്നാൽ ഇന്നത്തേക്കാൾ മെച്ചപ്പെടുമെന്നു എല്ലാ പാർട്ടിയും എന്നാൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനൊരു സ്റ്റേറ്റ്മാൻഷിപ്പുള്ള നേതൃത്വം വേണം. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയതുകൊണ്ട് മാത്രമൊന്നും കോൺഗ്രസ് ജയിക്കത്തില്ല. രാഹുൽ ഗാന്ധിയെ പറ്റി എനിക്ക് നല്ല വിമർശനമുണ്ട്. ഒരു 50 വയസ്സ് തികയാത്ത ഒരു ചെറുപ്പക്കാരൻ, 50 വയസ്സായോ? ഇല്ല. അയാൾ നേതാവ് നല്ല കാര്യമാണ്. പക്ഷെ അയാൾ സീരിയസ് അല്ലല്ലോ. 50 വരട്ടെ, വില്ലേജസാണ്. അയാൾക്ക് സീരിയസ്നെസ് ഇല്ല. അല്ല, ഒന്നാം ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സീനിയർ ജേർണലിസ്റ്റുകളോട് പറഞ്ഞപ്പോൾ കുട്ടിത്തം മാറി, പപ്പു യാദവ് എന്നുള്ളത് മാറി. ഇതൊന്നും ജേർണലിസ്റ്റുകളല്ലോ തീരുമാനിക്കുന്നത്. അല്ല, ഞാൻ പറയാം അല്ല, ജേർണലിസ്റ്റുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എല്ലാം പറയും, അല്ലാതെ വല്ല. ഞാൻ ചോദിച്ചോട്ടെ, നേരത്തെ അങ്ങ് പറഞ്ഞ കാര്യമാണ്. ഈ കേരള സംസ്ഥാനം നിങ്ങൾ ഏത് കോൺസ്റ്റിറ്റ്യുവൻസി പോയാലും 6 വർഷം മുതൽ 3 വർഷം വരെ കേടാവാതെ കിടന്ന റോഡുകൾ കാണാം. 6 വർഷത്തിന് മുമ്പ് പണിഞ്ഞ റോഡുണ്ട്, 2017 പണിഞ്ഞ റോഡുണ്ട്, 2021 പണിഞ്ഞ റോഡുണ്ട്. ഇങ്ങനൊരു കാര്യം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷേ 2023 പൊളിഞ്ഞ റോഡുകളും കാണുന്നു. ഞാൻ ആ കാലത്തെ പറ്റിയാണ് പറഞ്ഞത്. 2016 മുതൽ 2021 വരെയുള്ളൊരു കാലമില്ല, 5 വർഷം. അതിൽ 16-ലധികം റോഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. 17, 18, 19, 20, 21 5 വർഷം. ഈ 5 വർഷം പണിഞ്ഞ റോഡുകൾ 17, 18, 19, 20, 21. അവസാനത്തെ ഈ 3 വർഷം ഈ റോഡുകളൊന്നും കേടായിട്ടില്ല. കേരളത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. 500-ൽ പരം പാലങ്ങളാണ് ഡിസൈൻ ചെയ്തത് 5 വർഷം കൊണ്ട്. മറ്റേ ഒരു 5 വർഷം 30 പാലം 40 പാലം അതിൽ കൂടുതൽ ഡിസൈൻ ചെയ്യാറില്ല. 3 വർഷം 4 വർഷമൊക്കെ ഒരു പാലം പണിക്കെടുക്കുന്നത്.
അഞ്ഞൂലിപ്പനം പാലം. അതിലൊരു 150 ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടാണ് പോണത്. ബാക്കിയുള്ളതെല്ലാം ഈ ഗവൺമെൻറ് കാലത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക. വലിയ പക്ഷെ അങ്ങയുടെ കാലത്ത് പറയട്ടെ, അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് ചെന്നാൽ പബ്ലിക് ലൈബ്രറിക്ക് പുതിയൊരു കെട്ടിടം ആദ്യത്തേതുപോലെ തന്നെ പണിഞ്ഞിട്ടുണ്ട്. അവിടെ തമ്മിൽ ഏതാണ് പുതിയതെന്ന് ആർക്കും അറിയാനൊക്കത്തില്ല. അവിടെ തന്നെ നമ്മുടെ ഫൈൻ ആർട്സ് കോളേജ് ഒരു കോളേജോടെ പഠിച്ചതുപോലെ. അതുപോലെ അളവുകളുടെ തുകകളുടെ ഓഫീസ് പട്ടത്ത്, ജനറൽ ഹോസ്പിറ്റൽ, എത്ര മനോഹരമായിട്ട് നമ്മുടെ PWD എഞ്ചിനീയർമാർ ബിൽഡിംഗ് സെക്ഷൻ പണിഞ്ഞത്. പിന്നെ നമ്മുടെ പുതിയ സ്കൂളുകളുണ്ടായി, ആശുപത്രികൾ വന്നു, ഇങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഈ PWDയിൽ വന്നിരിക്കുന്ന എല്ലാവരും ഇത് മാറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മാധ്യമം ഒരു സപ്ലിമെൻ്റ് ഇറക്കിയിട്ടുണ്ടോ? അവരെന്തെല്ലാം ആർക്കെല്ലാം വേണ്ടി ഇറക്കുന്നു? അപ്പോൾ ഇതിനകത്ത് അതിനു തന്നെ നമുക്ക് ഏജൻ്റന്മാരെ വെച്ച് പ്രവർത്തിക്കണം, അല്ലാതെ വരുത്തില്ല. നിങ്ങൾ അഴിമതിയില്ലാതെ പ്രവർത്തിച്ചു, സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചു, വികസനം കൊണ്ടുവന്നു എന്നൊക്കെ പറയാം, ജനങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഏത് മാധ്യമത്തിൽ ഇത് പ്രധാന കോളമായിട്ട് വരുന്നു? ഒന്നിനും ഇതുവരെ വന്നിട്ടില്ല. ജി സുധാകരൻ്റെ പ്ലീസ് ഹിയർ മീ. ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല. നേരെ മറിച്ച് ഇതിനെ ഒരു ഗ്രൂപ്പ് കയ്യിലുണ്ടെങ്കിൽ അവർ പോയി ഇത് ജയിക്കും. അതാണിപ്പോൾ കേരളം. മാധ്യമ ലോകവും സത്യസന്ധ അല്ല. അവർക്കും ഉണ്ട് സ്വാധീനങ്ങൾ. സ്വാധീനിക്കാൻ ഞാൻ പോയിട്ടില്ല, ഞാൻ പോകത്തുമില്ല. ഞാൻ പറയുകയാണ്. എല്ലാവരും പറഞ്ഞു സാറ് ആത്മഹത്യ എഴുതണം, എല്ലാവരും പറയും. എന്താ ആത്മഹത്യ എഴുതാൻ? ഓരോരുത്തരും എഴുതുകയല്ലേ. കമ്മ്യൂണിസ്റ്റായ എൻ്റെ അനുഭവങ്ങൾ. എന്ത് കമ്മ്യൂണിസ്റ്റ് അനുഭവം? എന്തുവഴി അനുഭവം എന്ന്? തൂക്കേറിപ്പോയോ? തൂക്കി കൊല്ലാൻ മതിച്ചോ? അതോ ആജീവനാന്തം ജയിലിൽ കിടന്നു ഭീകരമായ മർദ്ദനമേറ്റു? ആർക്കും എന്തും എഴുതാം. ഒരു മന്ത്രിയോ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റോ ആയിക്കഴിഞ്ഞാൽ അങ്ങ് നേതാവായി. അതാവുന്ന നേതാവാണെങ്കിൽ അതിന് മുമ്പുള്ള രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തീഷ്ണത കൂടി നോക്കണം. തീഷ്ണമായ രാഷ്ട്രീയ അനുഭവം ഇല്ലാത്തവർക്ക് എന്തുമാകാവുന്നൊരു സ്ഥിതി ഇവിടെ വന്നിരിക്കുന്നു. അതിൻ്റെ പുറകെ പത്രക്കാർ പോവാണ്. പ്രായം കുറഞ്ഞ ഒരാളൊരു മേയറായാൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, ഇപ്പോൾ അവരെ പറ്റി മിണ്ടുന്നേ ഇല്ല. അവരെവിടെ പോയെന്ന് പോലും ആരും ചോദിക്കും. ഇതൊക്കെയാണോ? ഇതൊക്കെ പ്രായം കൂടിയാലെന്താ കുറഞ്ഞാലെന്താ? അതൊക്കെ ഒരു മാനദണ്ഡം വേണ്ടെന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ പ്രായം കൂടിയെല്ലാം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എന്നാലേ പ്രായം കുറഞ്ഞ പ്രായത്തിനല്ല ചാൻസ്, പ്രതിഭയ്ക്കും കഴിവിനും സമർപ്പണത്തിനുമാണ്, പ്രതിബദ്ധതയ്ക്കാണ്. പ്രായം കൂടിയാലും പ്രതിബദ്ധതയിൽ എന്താ കാര്യം? ആത്മാർത്ഥതയില്ല എന്താ കാര്യം? ചുക്കിലി വാങ്ങാനാണ് ഈ സ്ഥാനത്ത് കയറുന്നെങ്കിൽ എന്താ കാര്യം? ഇട്ടക്കാരെല്ലാം തിരികെ കയറ്റാണ് എന്താ കാര്യം? പ്രായം കൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അങ്ങനൊന്നും അല്ല രാഷ്ട്രീയക്കാർ പറയേണ്ടത്. ശരിയാണ്, എഴുന്നേറ്റ് കിടക്കാൻ വയ്യാത്തവരൊക്കെ ശരിയൊന്ന് വിശ്രമിക്കാൻ പറയാം. ഒരു പ്രായപരിധി വെക്കുന്നതിന് ഞങ്ങളൊക്കെ അത് അംഗീകരിച്ച് നിൽക്കുന്നവരാണല്ലോ, അപ്പോൾ അതിന് തർക്കമില്ല. പക്ഷെ അതൊരു ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പത്രത്തിൻ്റെ ഓണർ എന്താ റിട്ടയർ ചെയ്യാത്ത? എന്താ? പത്രത്തിൻ്റെ ഉടമസ്ഥന്മാർക്ക് 10, 75, 80 വയസ്സില്ലേ? അവരെന്താ മാറാത്തെ? അവരവിടുത്തെ കാരണം അവർക്ക് അനുഭവമുണ്ട്. അപ്പം നമ്മളിതിനെ വളരെ എന്താ പറയുന്നത്, വളരെ ഒരു വിശാല മനസ്സോടെ എടുക്കുക. ഒരു കാര്യം ഒരു കാര്യത്തിന് വേണ്ടിയാണ്, കുറേ അവസരങ്ങൾ ഉണ്ടാക്കാനാണ് എന്ന് നമുക്ക് പറയാം. അത് നല്ല കാര്യമാണ്. പക്ഷെ അത് മനസ്സിലാക്കി ആ സ്ഥാനത്ത് വരുന്നവർ അവസരം കിട്ടി കയറി ഇരുന്നാൽ മാത്രം പോരാ, പ്രവർത്തനത്തിൽ കൂടി ഈ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കണം. ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അത് മാറ്റേണ്ടി വരും. ഈ തീരുമാനം കുറേ കാലം കഴിഞ്ഞ് അതെല്ലാം പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. ഇപ്പോഴത്തെ തീരുമാനത്തിൽ യാതൊരു കുഴപ്പം, എല്ലാവരും അംഗീകരിച്ചു. ഞങ്ങളുടെ പാർട്ടി, ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ തെളിയിക്കപ്പെടുകയും കൂടി വേണം. പ്രായം കുറഞ്ഞൊരു സ്ഥാനത്തിരുന്നുകൊണ്ട് കാര്യമായില്ല. പ്രായം കുറഞ്ഞെടുത്തപ്പോൾ വളരെ തുടക്കം മുതൽ തന്നെ വളരെ പെർഫോമിംഗ് ആണ്. സർവ്വജനങ്ങളും ആരാധിക്കുന്ന തരത്തിലാണ്. ഒരു അഴിമതിയില്ല, കഴിവുണ്ട്, കെടുകാര്യസ്ഥതയില്ല, എടുക്കുന്ന നിലപാടൊന്നും തെറ്റുന്നില്ല. അങ്ങനെ ഒരു 10 or 30 വർഷം പ്രവർത്തിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം നാട്ടിലെ ഏറ്റവും വലിയ ഒരാളായി മാറുമെന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാക്കണം. അപ്പോൾ ആ പ്രസ്ഥാനത്തിന് വലിയ വളർച്ചയായിരിക്കും. എല്ലാ പാർട്ടിക്കും വേണ്ടി ഞാൻ പറയുക. തീർച്ചയായിട്ടും കോൺഗ്രസിന് വേണ്ടി പ്രത്യേകിച്ച്. തീർച്ചയായിട്ടും ഞാൻ ഉൾക്കൊള്ളുന്നു. മനസ്സിലായില്ലേ?